മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ, അമിത്ഷായുള്ള ഇന്ത്യയിൽ ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ നാഷണൽ ഹെഡ്ക്വാർട്ടർ ചെന്നൈയിലുണ്ട്, യോഗം കൂടാൻ ധാരാളമാണ്. പക്ഷെ മോഡിയുള്ള ഇന്ത്യയിൽ, അമിത്ഷായുള്ള ഇന്ത്യയിൽ ഞങ്ങൾ തീരുമാനിച്ചത് ലീഗിന്റെ ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ വേണമെന്ന്. അബ്കാരിയില്ല, കോൺട്രാക്ടർ ഇല്ല, കള്ള് കച്ചവടക്കാരനില്ല, വിദേശങ്ങളിൽ പോയി കിഡ്നി വിറ്റ് നടക്കുന്ന ആളുകളുടെ ഫണ്ടൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. കേന്ദ്രമില്ല, കേരളമില്ല. 26.25 ലക്ഷം പ്രവർത്തകരിലേക്ക് നമ്മൾ ബക്കറ്റ് നീട്ടിയപ്പോ 26.25 കോടി വന്നപ്പോ ഡൽഹിയിലെ ദറിയാഗഞ്ചിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം നമ്മൾ പണിതിട്ടുണ്ട്. അതെന്തിനാണ് അത് പണിതത്? ഈ രാജ്യത്ത് 12 മണിക്ക് അലാറം വെച്ചിട്ട് മോഡി പറഞ്ഞു നോട്ട് അസാധുവാണ്. ഇനി ഒരു 12:30 മണിക്ക് വേറൊരു അലാറം നമ്മൾ പ്രതീക്ഷിക്കണം. എന്താണ് അലാറം? നാട്ടുകാരോട് നിങ്ങളുടെ പൗരത്വം അസാധുവാണ് എന്ന് പറയുന്ന മറ്റൊരു അലാറം നമ്മൾ പ്രതീക്ഷിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഭിന്നിക്കല്ലേ, കോർപ്പറേഷൻ വരുമ്പോ തെറ്റല്ലേ, നമ്മുടെ വോട്ടുകൾ ചിതറി പോകല്ലേ, അവിടെ കുടുംബം ഉണരല്ലേ, അവിടെ വ്യക്തിപരമായ സോഫ്റ്റ് കോർണർ ഒന്നും വരല്ലേ. CPM നമ്മുടെ പോക്കറ്റുകളെ തകർക്കാൻ വേണ്ടി അജണ്ടയുണ്ടാക്കുമ്പോ ഈ കണ്ണൂർ കോർപ്പറേഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഭരിക്കുന്ന UDF-ന്റെ കയ്യിൽ വരണം. 2025 മുതൽ 2030 വരെ കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ വരണം. അതെന്തിനാ? രേവതി പറഞ്ഞ പോലെ, അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെ, കോർപ്പറേഷൻ ചെയർമാൻ കോർപ്പറേഷനിലെ പ്രധാനമന്ത്രിയാണ്. അയാളെ വണ്ടിന്റെ മുന്നിലുള്ള ബോർഡ് LSG എന്നാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. പ്രധാനമന്ത്രിക്കും മുനിസിപ്പൽ ചെയർമാനും പ്രധാനമന്ത്രിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ടെറിട്ടറി ഉള്ളൂ. അതുകൊണ്ട് 12:30 മണിക്ക് മോഡി മറ്റൊരു അലാറം വെച്ചിട്ട് മാത്രം ഇറങ്ങാൻ സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങും. എങ്ങനെ ഇറങ്ങാ? പൗരത്വം പാസാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറയാം, ഇവിടെ കൂടിയിരിക്കുന്ന പൊതുസമൂഹത്തോട് പറയാം, ഇവിടുത്തെ വ്യാപാരികളോട് പറയാം. ആരും സങ്കടപ്പെടണ്ട, ആരും ബേജാറാവണ്ട, ആരും ഭയപ്പെടണ്ട. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സുപ്രീം കോടതിയല്ല, പട്ടാളമല്ല, പ്രധാനമന്ത്രിയല്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തിലെ ഏതെങ്കിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ല, ജനങ്ങളുടെ പ്രഹരശേഷിയിലാണ്. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർമാന്റെ കസേരയിൽ UDF-ന്റെ ലീഗിന്റെ ഒരു പ്രതിനിധി ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 12:30 മണിക്ക് മോഡി അലാറം വെച്ച് നാട്ടുകാരോട് പറയും പൗരത്വം അസാധുവാക്കി എന്ന്. കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ഞങ്ങൾ രാവിലേക്ക് ഉണരാൻ കാത്തു നിൽക്കില്ല. മണിക്കൂറുകളിൽ ഞങ്ങൾ യോഗം വിളിച്ച് ഈ കോർപ്പറേഷൻ പ്രമേയം പാസാക്കും. മിസ്റ്റർ മോഡി, നിങ്ങൾ പാസാക്കിയിരിക്കുന്ന പ്രമേയം ഞങ്ങളിതാ ഐക്യകണ്ഠേന 1 വട്ടം 2 വട്ടം 3 വട്ടം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നു. അത് പള്ളി കമ്മിറ്റിയുടെ പ്രമേയമല്ല, മഹല്ല് കമ്മിറ്റിയുടെ പ്രമേയമല്ല, ഒരു ലോക്കൽ ബോഡിയുടെ പ്രമേയമാണ്. അതിന് പവറുണ്ട്, ശക്തിയുണ്ട്. ഞാൻ വരുന്ന കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകത്തിലെ പാഠം കീറിയിട്ട് സ്കൂൾക്ക് വണ്ടിയണ്ട് വിട്ടു. അപ്പൊ പാലോളി പറഞ്ഞു, കുഞ്ഞാപ്പു അല്ല കുഞ്ഞാപ്പ വിചാരിച്ചാലും, കുഞ്ഞാപ്പു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ്, കുഞ്ഞാപ്പു അല്ല കുഞ്ഞാപ്പ വിചാരിച്ചാലും പഠിപ്പിക്കും. ഞങ്ങളെ പഞ്ചായത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ലോക്കൽ ബോഡിയുടെ പവർ. മുസ്ലിം ലീഗിന്റെ വഴിത്താര ഇവിടെ ഭദ്രമാണ്. അത് ആകാശത്ത് നിന്ന് പൊട്ടി വീണതല്ല, ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ സംഭവിച്ചതല്ല. VP മഹ്മൂദ് ഹാജി എന്ന മനുഷ്യന്റെ ത്യാഗനിർഭരമായ ജീവിതം ഈ കക്കാട്ട പ്രദേശത്തെ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക പാറിക്കളിക്കുന്നതിന്റെ പിന്നിലുണ്ട് എന്ന് യൂത്ത് ലീഗ് ഓർക്കാതെ പോകുന്നത് നന്ദികേടാണ്. അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗ് അതിന്റെ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളുടെ ഒരു പുതിയ ഘട്ടം ഇവിടെ തുടങ്ങുമ്പോൾ മസില് കാണിച്ച് എതിരാളികളെ പോർവിളിച്ചിട്ടല്ല ഞങ്ങൾ തുടങ്ങുന്നത്. പ്രിയപ്പെട്ട കക്കാട് മഹ്മൂദ് ഹാജിയുടെ കബറിടത്തിൽ ഗുരുത്വത്തിന് വേണ്ടി, പൊരുത്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ചപ്പതാക ഒരുത്തന്റെയും അടുക്കളയിൽ പണയപ്പെടുത്തില്ല എന്ന് ഞങ്ങൾ പ്രതിജ്ഞയെടുക്കുന്നത് ഈ കാരണവന്മാരുടെയൊക്കെ വഴിധാരകളാണ്. നമ്മളിത് തുടങ്ങുന്നവരല്ല, ഞങ്ങളിത് പൂരിപ്പിക്കുന്നവരാണ്. മഹ്മൂദ് ഹാജിയെ പോലുള്ള ഒരു വലിയ മനുഷ്യനോട്, ഒരു കാരണവരോട്, ഈ നാടിന്, ഇവിടുത്തെ മനുഷ്യർക്ക്, ഇവിടുത്തെ വളർന്നു വരുന്ന തലമുറക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യമെന്ന് പറയുന്നത് അവർ ചെയ്തു വെച്ച ഈ സുഹൃതങ്ങൾക്ക് തുടർച്ചയുണ്ടാവുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സദസ്സിൽ ജീവിച്ചിരിക്കുന്ന കുറെ മനുഷ്യരെ സന്തോഷത്തിന്റെ മുഖത്തോടു കൂടി കാണുമ്പോൾ
ഞാൻ ഈ സമ്മേളനത്തിലേക്ക് വരുമ്പോൾ എൻ്റെ കൂടെയുള്ള നൗഷാദും അവരോട് ചോദിക്കായിരുന്നു, ഒരു പ്രകടനമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു സമ്മേളനത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമോ? നമ്മൾ നേരം വൈകിപ്പോ അപ്പൊ എന്നോട് പറഞ്ഞു യൂത്ത് ലീഗുകാരുണ്ടാകും, പക്ഷേ സദസ്സ് മുഴുവൻ മുസ്ലിം ലീഗിന്റെ നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാരുണ്ടാകും. ഞാൻ നിങ്ങളുടെ മുഖം ഇവിടെ കാണും. എന്റെ മുമ്പിലിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ മുഖത്തെ സന്തോഷം പോലെ ഈ രാത്രി കക്കാട്ടങ്ങാടിയുടെ തെരുവോരത്ത് ഇങ്ങനെ ഒരു സമ്മേളനം നടക്കുമ്പോ ഞങ്ങളുടെ പ്രിയപ്പെട്ട മഹ്മൂദ് ഹാജി എന്ന കാരണവരുടെ ഖബറിടത്തിൽ അദ്ദേഹത്തിന്റെ ആത്മാവ് സന്തോഷിക്കുന്നുണ്ടാകും. അല്ലാഹുവേ, ഞങ്ങളുടെ കാരണവരുടെ ഖബറിടത്തിൽ ഇതിന്റെ പുണ്യം നിറക്കണേ എന്ന പ്രാർത്ഥനയോടെ യൂത്ത് ലീഗിന്റെ പുതിയ ഘട്ടത്തിന് മുസ്ലിം യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള ഒരു ക്യാമ്പയിനാണ്. ഞാൻ ഇവിടുത്തെ പൊതുജനങ്ങളുടെ അറിവിലേക്ക് പറയാം. ഈ സമ്മേളനം യൂത്ത് ലീഗിന്റെ സംഘടനാ മിഷനറിയിൽ, സംഘടനാ പ്രവർത്തനത്തിൽ, മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ സംഘടനയുടെ മെക്കാനിസത്തെ പുതുക്കുന്നതിന്റെ ഭാഗമായി, പുതിയ ബാച്ച് നേതൃത്വം വരുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളം നടക്കുന്ന സമ്മേളനങ്ങളുടെ തുടർച്ചയാണ്. അതിന്റെ ഭാഗമാണ് കണ്ണൂർ കോർപ്പറേഷൻ 4 മേഖലകളായി തിരിച്ചു. അല്ല നസീറെ, 4 മേഖല പ്രവർത്തനത്തിന്റെ സൗകര്യത്തിന് വേണ്ടി 4 മേഖലകളായി തിരിച്ച് അതിലൊരു മേഖല പൂഴാതി മേഖല എന്ന് പറയുന്ന ഈ പ്രദേശത്ത് യൂത്ത് ലീഗിന്റെ നിലവിലുള്ള കമ്മിറ്റി പ്രിയപ്പെട്ട PN ഫൈസലിന്റെയും നസീർ അത്താഴക്കുന്നിന്റെയും യാസർ PNP-യുടെയും നേതൃത്വത്തിൽ കഴിഞ്ഞ 5 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന കമ്മിറ്റി മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിൽ ഒരു പുതിയ സംഘടനാ സംവിധാനത്തിന്, ഒരു പുനഃസംഘടനക്ക് നേതൃത്വം കൊടുക്കുന്ന ഘട്ടമാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു അടച്ചിട്ട മുറിയിൽ ഈ പ്രവർത്തനം ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് സാങ്കേതികമായി ചെയ്യാം. നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിയുടെ ജനറൽ ബോഡി പോലെ, PTA കമ്മിറ്റികളെ പോലെ അങ്ങനെ വേണമെങ്കിൽ സാങ്കേതികമായി ചെയ്യാം. പക്ഷെ യൂത്ത് ലീഗ് ഈ മെമ്പർഷിപ്പ് പ്രവർത്തനങ്ങളെ സാങ്കേതികമാക്കരുത്. ആ മെമ്പർഷിപ്പ് പ്രവർത്തനവും രാഷ്ട്രീയമാകണം എന്നതുകൊണ്ട് ഈ കാലത്തിന്, ഈ പ്രവർത്തനത്തിന് ഒരു തലവാചകം നൽകി. അനീതിയുടെ കാലത്തിന് യുവതയുടെ തിരുത്ത് എന്ന പ്രമേയത്തിൽ യൂത്ത് ലീഗിന്റെ പുതിയ സംഘടനാ സംവിധാനത്തെ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന സന്ദേശം സമൂഹത്തിന് നൽകിക്കൊണ്ടാണ് യൂത്ത് ലീഗ് ഈ പ്രവർത്തനം നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം യൂത്ത് ലീഗിന്റെ പുതിയ തലമുറ വരുമ്പോൾ അവർ വിരൽ ചൂണ്ടേണ്ടത് രാഷ്ട്രീയം ഒരു കരിയർ ഓപ്ഷനായി മാറിയ ഒരു കാലത്ത് അധികാരത്തിന്റെ സൗകര്യങ്ങളും സൗജന്യങ്ങളും അനുഭവിക്കാനുള്ള സുവർണാവസരമായി രാഷ്ട്രീയ പ്രവർത്തനം ചുരുങ്ങിപ്പോകരുത് എന്നത് നമുക്ക് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ നിർണായകമായ അവന്റെ ആയുസ്സിലെ ഏറ്റവും സുപ്രധാനമായ ഒരു ഘട്ടമായ യൗവനം, യൂത്ത് ലീഗ് പോലുള്ള ഒരു യുവജന സംഘടനയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ അതിന്റെ മെമ്പർഷിപ്പ് എടുക്കുമ്പോ മുസ്ലിം യൂത്ത് ലീഗിന്റെ പിന്നാലെ വരാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പറയുമ്പോൾ ആ ചെറുപ്പക്കാരനോട് യൂത്ത് ലീഗ് പറയുന്നത് ഇതാണ്: എഴുന്നേറ്റ് നിൽക്കൂ സഹോദര, എന്നിട്ട് അനീതിയുടെ കാലത്ത് നീ കാണും. ചുറ്റുവട്ടത്തേക്കൊന്ന് കണ്ണയക്കുമ്പോ അനീതിയുടെ കാലത്ത് നിനക്ക് കാണാൻ സാധിക്കും. ഈ ലോകം ആഗോളതലത്തിൽ, ദേശീയ തലത്തിൽ, പ്രാദേശിക തലത്തിൽ ഒക്കെ ഈ അരുതായ്മകളെ കാണാൻ സാധിക്കും. ഒരു മനുഷ്യന് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്താണ് ആ 2 ഓപ്ഷൻ? ഈ അരുതായ്മകളെ, ഈ അവിഹിതങ്ങളെ, ഈ അനീതികളെ കാണുമ്പോൾ നിശബ്ദമായി നിൽക്കുക, എനിക്ക് പ്രത്യേകിച്ച് അതിൽ റോളൊന്നുമില്ല എന്ന് ചിന്തിക്കുക, ഞാൻ ഇതിലൊക്കെ എന്തിന് ഇടപെടണം എന്ന് ആലോചിക്കുക. അതൊരു ഓപ്ഷനാണ്. നമ്മളതിനെ സേഫർ സോൺ എന്ന് പറയും, കംഫർട്ട് സോൺ എന്ന് പറയും. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സുരക്ഷിതമായ ഒരിടത്ത് അവന്റെ തൊഴിലും അവന്റെ ഏർപ്പാടും അവന്റെ കുട്ടികളും അവന്റെ വീടും അവന്റെ മാത്രം പരിസരത്തും ജീവിച്ചു പോകുക. യൂത്ത് ലീഗ് പറയുന്നു, പോരാ, നമ്മൾ നമ്മുടെ തൊഴിലിന്റെ, നമ്മുടെ വ്യക്തിപരമായ പ്രാഥമികമായ കർമ്മങ്ങളുടെ ജീവിത സാഹചര്യത്തെ അഡ്രസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്ത് സംഭവിക്കുന്നു എന്ന് ആലോചിക്കുകയും ലോകതലത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ചിന്തിക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ കൈകൊണ്ട് തടുക്കേണ്ടി വരും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാമൂഹിക വിമോചനത്തിന്റെ സന്നാഹങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോ പ്രവാചകന്റെ വിശുദ്ധമായ ഒരു വചനം നമുക്കൊക്കെ അറിയാം. ഒരു അനീതി കാണുമ്പോൾ, ഒരു അസത്യം കാണുമ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് തടുക്കാൻ പറ്റുകയാണെങ്കിൽ കൈകൊണ്ട് തടുക്കുക.
നിങ്ങൾക്ക് കൈകൊണ്ട് തടുക്കാനുള്ള സന്നാഹവും സംവിധാനവും സാഹചര്യവുമില്ല എങ്കിൽ നിങ്ങൾ വാക്കുകൊണ്ട് തടുക്കുക, വാക്കുകൊണ്ട് പ്രതിഷേധിക്കുക. അങ്ങനെയും നിങ്ങൾക്ക് സാഹചര്യമില്ല എങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് വെറുക്കുക. ഈ 3 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ഈ അങ്ങാടിയിൽ ഏതൊരു മനുഷ്യനും എടുക്കാം. അതുകൊണ്ട് യൂത്ത് ലീഗിന്റെ പുഴാതി മേഖല സമ്മേളനം ഇവിടെ നടക്കുമ്പോ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നിർവഹിക്കുന്നത് വാക്കുകൊണ്ടുള്ള പ്രതിരോധമാണ്, വാക്കുകൊണ്ടുള്ള പ്രതിഷേധമാണ്. വാക്കുകൊണ്ട് പ്രതിരോധിക്കേണ്ടതും വാക്കുകൊണ്ട് പ്രതിഷേധിക്കേണ്ടതും ആരെയാണ് എന്ന ചോദ്യത്തിന്, ലോകത്ത് ഏതൊരു അരുതായ്മക്കെതിരെയാണ് അനീതിയുടെ ഈ കാലത്ത് വിരൽ ചൂണ്ടേണ്ടത് എന്ന ചോദ്യത്തിന് മുസ്ലിം യൂത്ത് ലീഗിന് ക്ലാരിറ്റി ഉണ്ട്. എന്താണ് ഞങ്ങളുടെ ക്ലാരിറ്റി? 850 കോടി മനുഷ്യർ ജീവിക്കുന്ന ഈ ഭൗമ മണ്ഡലത്തിൽ ഒരു കവലച്ചട്ടമ്പിയെ പോലെ ലോകത്തിന്റെ മുഴുവൻ രാഷ്ട്രങ്ങളുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട പാവങ്ങളായ മനുഷ്യർ ജീവിക്കുന്ന പ്രദേശങ്ങളെ റിയൽ എസ്റ്റേറ്റ് പണിക്കു പറ്റുമോ എന്ന് ചിന്തിക്കുന്ന മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ്, താങ്കൾ ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ളവനല്ല, താങ്കൾ ഒരു ഗുണ്ട തലവനാകാനും കവലച്ചട്ടമ്പിയാകാനും യോഗ്യതയുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ വാക്കുകൊണ്ടുള്ള പ്രതിരോധം അടയാളപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം നടക്കുമ്പോ നമ്മൾ പ്രിയപ്പെട്ട മഹ്മൂദാജിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ ഈ സമ്മേളനത്തിന്റെ ആമുഖം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും ഇവിടെ കൂടിയവരുടെയും പ്രാർത്ഥന നിറഞ്ഞ മനസ്സുണ്ട്. ആർക്കു വേണ്ടി? ഗസയിലെ കുഞ്ഞുവാവകൾക്ക് വേണ്ടി, പലസ്തീനിലെ പോരാളികൾക്ക് വേണ്ടി. യൂത്ത് ലീഗ് അനീതിയുടെ കാലത്ത് ഞങ്ങൾ വിരൽ ചൂണ്ടുമ്പോൾ ലോകത്തിപ്പോൾ മനുഷ്യ സമൂഹം കേട്ടുകേൾവിയുള്ള ഏറ്റവും വലിയ അനീതിയത, ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത് പലസ്തീനിലെ മനുഷ്യരുടെ പാർപ്പിടങ്ങളിലേക്ക് കുടിയേറി സയനിസ്റ്റ് ഭീകരന്മാർ കയ്യേറ്റം ചെയ്ത് അവർ പിടിച്ചു വച്ചിരിക്കുന്ന ഭൂമിയാണ്. പലസ്തീൻ അധിനിവേശമാണ് ലോകത്തിലെ ഏറ്റവും വലിയ അനീതി എന്ന് മുസ്ലിം യൂത്ത് ലീഗിന് ധാരണയുണ്ട്, കാഴ്ചപ്പാടുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗിന്റെ മെമ്പർഷിപ്പ് എടുത്ത് കക്കാട്ടങ്ങാടിയിൽ ഞങ്ങൾ നിൽക്കുമ്പോ തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി എന്ന് നമ്മൾ പറയും. തിങ്ക് ഗ്ലോബലി ആക്ട് ലോക്കലി. ഞങ്ങൾ നിൽക്കുന്നത് കക്കാട്ടങ്ങാടിയിലാണ്. ഞങ്ങൾ ഇപ്പോൾ പ്രകടനം നടത്തിയത് ഈ കക്കാട്ടങ്ങാടിയുടെ തെരുവിലൂടെയാണ്. അത് ആക്ട് ലോക്കലിയാണ്. തിങ്ക് ഗ്ലോബലി എന്ന് പറഞ്ഞാൽ കക്കാട്ടങ്ങാടി ഞങ്ങൾ മുഷ്ടി ചുരുട്ടി നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യന്റെ ഉടലിലുള്ള പിശാചിന് നേരെയാണ് മുസ്ലിം യൂത്ത് ലീഗ് മുഷ്ടി ചുരുട്ടി പ്രതിരോധിക്കുന്നത്, ഞങ്ങൾ പ്രതികരിക്കുന്നത്. ഞങ്ങൾക്കതിൽ കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പലസ്തീൻ ഇസ്രയേൽ സംഘർഷമല്ല. ആരാണ് അങ്ങനെ പറഞ്ഞത്? പലസ്തീന് നേരെയുള്ള ഇസ്രയേലിന്റെ ഏകപക്ഷീയമായ യുദ്ധമാണ്, ഏകപക്ഷീയമായ യുദ്ധമാണ്. എന്നാണ് പലസ്തീന്റെ പ്രശ്നം അവസാനിക്കുക എന്ന് യൂത്ത് ലീഗിനോട് ചോദിച്ചാൽ ഞങ്ങൾ പറയും, അവസാനത്തെ സയനിസത്തിന്റെ കൊട്ടേഷൻ സംഘവും ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ നിന്ന് തിരിച്ചു പോകുന്ന ഒരു സുദിനം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സയനിസത്തിന്റെ സന്നാഹങ്ങളൊക്കെ തോറ്റുപോകുന്ന ഒരു ദിവസം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അന്നു മാത്രമേ പലസ്തീനിലെ പ്രശ്നം അവസാനിക്കൂ എന്ന് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ. ഇസ്രയേൽ കൈവശപ്പെടുത്തിയത് ഇസ്രയേലിനും പലസ്തീന്റെ അവശിഷ്ട ഭാഗം പലസ്തീനിനും എന്ന് പറയുന്ന ഇരട്ട നയം പൊളിറ്റിക്കൽ ഹിപ്പോക്രസിയാണ്, രാഷ്ട്രീയമായ കാപ്പട്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ കാപ്പട്യമാണിത്. ഇസ്രയേൽ കൈവശം വച്ചിരിക്കുന്നത് ഇസ്രയേൽ രാഷ്ട്രവാദം എന്ന് പറയുന്നത്. ആ കാപ്പട്യങ്ങൾ നമ്മുടെ നാട് പലപ്പോഴും കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ ഇത്തരം കാപ്പട്യങ്ങൾ, കൗതുകകരമായ കാപ്പട്യങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ഞമുണ്ടായിട്ടില്ല. ബാബരി മസ്ജിദിന്റെ മിഹ്റാബിലേക്ക് RSSന്റെ ഗുണ്ടപ്പട ഇരച്ചു കയറി 500 കൊല്ലക്കാലം അള്ളാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ച് പടച്ച തമ്പുരാന്റെ മുന്നിൽ സുജൂ നിർവഹിച്ച ബാബരി മസ്ജിദിനെ RSSന്റെ കാക്കി ട്രൗസറിന്റെ കുറുവടിയുടെ ഗുണ്ടാ സംഘം ഇരച്ചു കയറിയപ്പോ ബാബരി മസ്ജിദ് മുസ്ലിങ്ങൾക്ക് കൊടുക്കണമെന്ന് അക്ഷരം തെറ്റാതെ പറയേണ്ടതിന് പകരം RSS കയ്യേറ്റം ചെയ്ത പള്ളിയെ അടിയിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാം, മുകളിൽ RSSന് പൂജ നടത്താം എന്ന് പറഞ്ഞ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പൊളിറ്റിക്കൽ ഹിപ്പോക്രസിയുടെ കേരള വർഷനം. ഇന്ത്യ രാജ്യത്തിന്റെ ഭൂമി കയ്യേറ്റം ചെയ്യാൻ ചൈന കടന്നു വന്നപ്പോ ചൈനയുടേതും ഇന്ത്യ ഇന്ത്യയുടേതും എന്ന് പറഞ്ഞ ഈ വേണ്ടണം എന്ന് പറയുന്ന നിലപാടുണ്ടല്ലോ. ഒന്നുകിൽ വേണ്ട എന്ന് പറയണം, അല്ലെങ്കിൽ വേണം എന്ന് പറയണം. ഇതിന്റെ നടുവിൽ നിൽക്കരുത്. എലിയും പൂച്ചയും തല്ലുകൂടുമ്പോൾ അബദ്ധം എലിയുടെ പക്ഷത്താണെങ്കിൽ പോലും
അബദ്ധം എലിയുടെ പക്ഷത്താണെങ്കിൽ പോലും പൂച്ചക്കെതിരെ പ്രതിരോധിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമായ ബാധ്യതയാണ്. ഹമാസിന്റെ പക്ഷത്ത് കയ്യബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഹമാസിന്റെ കൂടെ നിൽക്കുക, സയനിസത്തെ പ്രതിരോധിക്കുക എന്നുള്ളത് ബുദ്ധിയുള്ള മനുഷ്യന്റെ ബാധ്യതയാണ്. ആ ബാധ്യത യൂത്ത് ലീഗ് കക്കാട്ടങ്ങാടിയിൽ നിന്ന് പ്രതിഷേധിക്കുമ്പോ പ്രകടനം നടത്തുമ്പോ പുതിയൊരു ബാച്ച് ഞങ്ങൾ സമർപ്പിക്കുമ്പോ ആ ബാച്ചിന്റെ യൂത്ത് ലീഗിന്റെ പുതിയ കമ്മിറ്റിയുടെ ഇന്റർനാഷണൽ കൺസേൺ എന്താണ്? ഞങ്ങൾക്കൊരു ഇന്റർനാഷണൽ കൺസേൺ ഉണ്ട്. ആ ഇന്റർനാഷണൽ കൺസേൺ ബൈത്തുൽ മുഖദ്ദസിന്റെ മണ്ണിൽ നിന്ന്, പലസ്തീന്റെ മണ്ണിൽ നിന്ന് സയനിസ്റ്റ് ഗുണ്ടപ്പട തിരിച്ചു പോകണം എന്നുള്ളതാണ്. അവർ തിരിച്ചു പോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രൈമറി റെസല്യൂഷൻ എന്ന് പറയുന്നത്. ഈ സമ്മേളനത്തിന്റെ ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് പുഴാതി മേഖല യൂത്ത് ലീഗിന്റെ പുതിയ ബാച്ച് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കഴിഞ്ഞ് ഞങ്ങളൊരു പുതിയ ലീഡർഷിപ്പിനെ ഈ നാടിന് സമർപ്പിക്കുമ്പോ ഞങ്ങൾക്ക് യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിൽ പ്രാഥമികമായി പറയാനുള്ളത് അതാണ്. ഇസ്രായേൽ പ്രശ്നത്തെ, പലസ്തീൻ വിഷയത്തെ ഹിന്ദു ജൂത മുസ്ലിം സംഘർഷമായി തെറ്റിദ്ധരിച്ച ആളുകൾ പുറത്തുണ്ട്, അകത്തുമുണ്ട്. ചില മുസ്ലിം സഹോദരങ്ങൾ പോലും പലസ്തീനിലെ പ്രശ്നം മുസ്ലിം മാറ്ററാണ്, മുസ്ലിം ഇഷ്യൂ ആണ് എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. അതൊരിക്കലും മുസ്ലിം ഇഷ്യൂ അല്ല. അതെന്താണ്? അത് സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ്. അത് കോളനിയായി കൈയടക്കി വെച്ച പ്രദേശം മോചിപ്പിക്കാനുള്ള പോരാട്ടമാണ്. ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നം സയനിസ്റ്റുകളും പലസ്തീനും തമ്മിലുള്ള പ്രശ്നമാണ്. സയനിസമാണ്. ജൂതായിസമല്ലേ, ജൂതമതമല്ലേ? ജൂതമതം ഇതിൽ നിരപരാധിയാണ്. ജൂതന്മാർ നിരപരാധിയാണ്. ഞങ്ങൾ നിലപാട് വ്യക്തമാക്കുകയാണ്. സയനിസത്തിന്റെ പിന്നിൽ, പലസ്തീനിലെ മനുഷ്യരുടെ കിടപ്പാടങ്ങളെ കയ്യേറിയ ഗുണ്ടായിസത്തിന്റെ പിന്നിൽ ജൂത സമൂഹമില്ല, ജൂതമതമില്ല. ഗസ പട്ടണത്തിന്റെ തെരുവോരത്ത് ചിതറിത്തെറിക്കുന്ന കുഞ്ഞുവാവകളുടെ ഇളം പൈതലുകളെ, അവരുടെ ചിഹ്നച്ചിതറിയ ശരീരഭാഗങ്ങളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സമ്മേളനം നടത്തുന്നത്. ഈ വേദിയിൽ ഇരിക്കുമ്പോ ഞങ്ങളുടെ കണ്ണു മുഴുവൻ കക്കാട്ടല്ല, കോർപ്പറേഷനിലല്ല, കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, അങ്ങകലെ ഗസ പട്ടണത്തിന്റെ തെരുവോരത്ത് ചിതറിത്തെറിച്ചു കിടക്കുന്ന കളിപ്പാട്ടങ്ങളിലാണ്, കുഞ്ഞുവാവകളുടെ കളിപ്പാട്ടങ്ങളിൽ പടർന്ന ചോരയിലാണ് ഞങ്ങളുടെ ശ്രദ്ധ മുഴുവൻ. അതുകൊണ്ട് അവിടെ നടക്കുന്ന പ്രശ്നം സയനിസമാണ്. എന്താ സയനിസം? ഇന്ത്യയിലെ RSS, ഇന്ത്യയിലെ സംഘപരിവാർ, ഇന്ത്യയിലെ സംഘപരിവാറാണ് ഇസ്രായേലിലെ സയനിസ്റ്റുകൾ. ഇന്ത്യ രാജ്യത്ത് സംഘപരിവാർ നടത്തുന്ന പോക്കിരിത്തരത്തെ, കണ്ണൂരിൽ RSS നടത്തുന്ന പോക്കിരിത്തരത്തെ, കണ്ണൂരിൽ RSS നടത്തുന്ന പോക്കിരിത്തരത്തെ, RSSും സംഘപരിവാറും നടത്തുന്ന പോക്കിരിത്തരത്തെ ഹിന്ദുക്കളുടെ പേരിൽ നമ്മൾ ഒരിക്കലും കെട്ടിവെക്കരുത്. വളരെ കൃത്യമായി ഞങ്ങൾ നിലപാട് പറയണം. ഇതൊന്നും കൂട്ടിക്കുഴക്കരുത്. ഇത് രണ്ടും രണ്ടാണ് കൂട്ടരെ. രാത്രിയും പകലും പോലെ, ഇരുട്ടും വെളിച്ചവും പോലെ രണ്ടും രണ്ടാണ്. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ആളെ ആരായി കാണരുത്? ജൂതമതത്തിന്റെ നേതാവായി കാണരുത്. അയാൾ സയനിസ്റ്റ് ഗുണ്ടായിസത്തിന്റെ നേതാവാണ്. ഏതുപോലെ വത്സൻ തില്ലങ്കേരിയെ കണ്ണൂർ ജില്ലയിലെ ഹിന്ദു മതത്തിന്റെ ആളായി ഞങ്ങൾ എന്തായാലും കാണുന്നില്ല. അങ്ങനെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വത്സൻ തില്ലങ്കേരി എന്ന ഗുണ്ട കണ്ണൂരിലെ ഹിന്ദു സമൂഹത്തിന്റെ നേതാവാണ് എന്ന് കരുതുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾ വിഡ്ഢിയല്ല, പമ്പര വിഡ്ഢികളുടെ തമ്പുരാനാണ് എന്ന് യൂത്ത് ലീഗിന് അഭിപ്രായമുണ്ട്. വത്സൻ തില്ലങ്കേരിയും ഹിന്ദു മതവും തമ്മിൽ ഉള്ള വ്യത്യാസം കടലും കടലാടിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ആനയും കുഴിയാനയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസമാണ്. വത്സൻ തില്ലങ്കേരിയെ ഗുണ്ടായിസത്തിന് പ്രേരിപ്പിക്കുന്നത്, അയാളെ വെറുപ്പ് പറയാൻ പ്രേരിപ്പിക്കുന്നത്, അയാളെ മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗപീഠത്തിൽ തീത്തുപ്പാൻ പ്രേരിപ്പിക്കുന്നത് സനാതന ധർമ്മങ്ങളല്ല. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭിധാനമധർമ്മസ്യ തദാത്മനാ സൃജാമ്യഹം. അധർമ്മം കൊടികുത്തി വാഴുന്ന കാലത്ത് ധർമ്മത്തിന്റെ കൊടിവാഹകനാകൂ കൃഷ്ണ.
എന്ന് പറയപ്പെട്ട ഹൈന്ദവ സനാതന ധർമ്മം ഇന്ത്യ രാജ്യത്തിലെ ഏറ്റവും വലിയ ഇന്നത്തെ ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ 3-ാം തീയതിയാണ്. പുഴാതി സമ്മേളനം മിനിഞ്ഞാന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ 2-ആണ്. ഗാന്ധിജിയുടെ ഓർമ്മയിലുള്ള ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മഹാനായ മഹാത്മജി ഗാന്ധിജിയെ ഞങ്ങൾ ഇത് 2 പറയുമ്പോഴും ഓർക്കും. എന്താ 2 പറയുമ്പോ? പലസ്തീൻ പ്രശ്നത്തെ, ഇസ്രായേൽ പ്രശ്നത്തെ മനസ്സിലാക്കേണ്ടത് മതത്തിന്റെ ആംഗിളിലല്ല, രാഷ്ട്രീയത്തിന്റെ ആംഗിളിലാണ്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെ മനസ്സിലാക്കേണ്ടത് അധിനിവേശത്തിന്റെ കാഴ്ചപ്പാടിലാണ്. പലസ്തീൻ ഇസ്രായേൽ പ്രശ്നത്തെ മനസ്സിലാക്കേണ്ടത് കൊളോണൈസേഷന്റെ കാഴ്ചപ്പാടിലാണ്. ഇന്ത്യ രാജ്യത്തിലേക്ക് ബ്രിട്ടീഷുകാർ വന്നു. ബ്രിട്ടീഷുകാരെല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു. ബ്രിട്ടീഷുകാർ വന്നപ്പോൾ പീഡിപ്പിക്കപ്പെട്ട ജനങ്ങളിൽ ഭൂരിഭാഗവും ഹിന്ദുക്കളായിരുന്നു. ഇന്ത്യ രാജ്യത്തിലെ, കേരളത്തിലെ, നമ്മുടെ ക്ലാസ് മുറിയിലെ ചരിത്ര പുസ്തകത്തിൽ എവിടെയെങ്കിലും ക്രിസ്ത്യൻ ഹിന്ദു സംഘർഷം എന്നുണ്ടോ കൂട്ടരെ? ഇല്ലല്ലോ. ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം. ഇന്ത്യയിലേക്ക് ഡച്ചുകാർ വന്നപ്പോ, പോർച്ചുഗീസുകാർ വന്നപ്പോ, ബ്രിട്ടീഷുകാർ വന്നപ്പോ ക്രിസ്ത്യാനികൾ വന്നു എന്നാരും പറഞ്ഞില്ല. ഇന്ത്യ രാജ്യത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളികൾ ഈ കോളനിവൽക്കരിക്കാൻ വന്ന അതിക്രമകാരികളെ പ്രതിരോധിച്ചു നിർത്തിയപ്പോ ഈ രാജ്യത്ത് ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ട് ഹിന്ദുക്കളുടെ സമരം എന്ന് പറഞ്ഞില്ല. പകരം എന്താ പറഞ്ഞത്? സ്വാതന്ത്ര്യ സമരം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് യാസർ അറഫാത്ത് ആരാണ്? മുസ്ലിം വിമോചന നായകനല്ല, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ വിമോചന നായകനാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന്റെ പേര് PLO എന്നാണ്. PLO എന്ന് പറഞ്ഞാൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്നാണ്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കരഗതമാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെ പലസ്തീനിലെ കോൺഗ്രസാണ്. പലസ്തീനിലെ ഔദ്യോഗികമായ സ്വാതന്ത്ര്യ വിമോചന പോരാട്ടമാണ്, പോരാട്ടത്തിന്റെ പ്രസ്ഥാനമാണ് ഏത്? PLO എന്ന് പറയുന്നത്. ഹമാസിനെ ഞാൻ പറയും, ചരിത്രപരമായി സൂക്ഷ്മമായ വിശകലനത്തിൽ അതെത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ ഹമാസിനെ പറയും. എങ്ങനെ? INA ആണ്. പലസ്തീനിലെ ഇന്ത്യൻ നാഷണൽ ആർമിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമരം നടത്തുമ്പോ അപ്പുറത്ത് സുഭാഷ് ചന്ദ്രബോസ് ആ മറ്റൊരു സമരത്തിന്റെ വഴി തീരുമാനിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി ഉണ്ടാക്കി. സമരം ഇങ്ങനെ വെജിറ്റേറിയൻ ആയ പോരാ, കുറെ കൂടി രൂക്ഷമായി ശക്തമായി പ്രതിരോധിക്കണം എന്ന അഭിപ്രായം ഇവിടെ ഉണ്ടായിട്ടില്ലേ? ആരെങ്കിലും സുഭാഷ് ചന്ദ്രബോസിനെയും INA-യും ഭീകര സംഘടനയാണെന്ന് പറയോ? അത് പറയുന്നത് എത്ര വലിയ അപകടമാണ്. ആ അപകടം ഹമാസിനെ ഭീകര സംഘടന എന്ന് വിളിക്കുന്നതിലുണ്ട്. ഹമാസിനെ ഭീകര സംഘടന എന്ന് കമ്മ്യൂണിസ്റ്റ് വിളിച്ചാലും കോൺഗ്രസ് വിളിച്ചാലും BJP വിളിച്ചാലും നിങ്ങൾക്ക് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഹമാസ് പലസ്തീൻ വിമോചന പോരാട്ട സംഘടനയാണ്, അത് ഭീകര സംഘടനയല്ല എന്ന അഭിപ്രായം യൂത്ത് ലീഗിനുണ്ട്. അത് ഞങ്ങൾ പറയണം. ഈ രാജ്യം ജനാധിപത്യത്തിന്റെ പ്രതലത്തിൽ അഭിപ്രായങ്ങൾ പറയാനുള്ള ഈ അവസരത്തെ ഞങ്ങൾ വിനിയോഗിക്കുകയാണ്. ബ്രിട്ടൻ എന്ന പോലെ, ഫ്രാൻസ് ഫ്രാൻസുകാർക്കെന്ന പോലെ പലസ്തീൻ പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്. ആരാ പറഞ്ഞത്? യൂസുഫുൽ ഖർലാവി അല്ല, മക്കത്തെ ഇമാമല്ല. ഇത് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ്. എത്ര കണ്ട് ബ്രിട്ടൻ ബ്രിട്ടീഷുകാർക്ക് അവകാശപ്പെട്ടതാണോ, എത്ര കണ്ട് ഫ്രാൻസുകാർക്ക് അവകാശപ്പെട്ടതാണോ, അത്ര കണ്ട് പലസ്തീൻ പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്. പലസ്തീൻ മുസ്ലിങ്ങൾക്ക് എന്നല്ല, പലസ്തീനികൾക്ക് അവകാശപ്പെട്ടതാണ്. സയനിസത്തെ തുറന്നു കാട്ടുന്ന ഗ്രന്ഥങ്ങളെ നിങ്ങളൊന്ന് പരതു. മുസ്ലിം എഴുത്തുകാരെഴുതിയതല്ല. ഞാൻ വായിച്ച എഡ്വേർഡ് സെയ്ദ് ഒരിക്കലും മുസ്ലിം അല്ല. ഞാൻ വായിച്ച ദി അതർ സൈഡ് ഓഫ് ഇസ്രായേൽ, സയനിസ്റ്റ് ഭീകരതയെ തുറന്നു കാട്ടുന്ന മലയാളത്തിൽ പോലും ലഭ്യമായ ഒരു ഗ്രന്ഥമാണ് ദി അതർ സൈഡ് ഓഫ് ഇസ്രായേൽ. അതെഴുതിയത് സൂസൻ നഥാൻ എന്ന് പറയുന്ന ജൂതവനിതയാണ്. സയനിസം തെറ്റാണ്, സയനിസം അബദ്ധമാണ്, സയനിസം മനുഷ്യവിരുദ്ധമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നത് ജൂത സമൂഹമാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ജൂതമതത്തിന്റെ സംവിധാനമാവുക എന്നുള്ളത് ഞങ്ങൾ പ്രാഥമികമായി ചോദിക്കുകയാണ്. ആ ജനതയോടുള്ള ഐക്യപ്പെടൽ കക്കാട്ടങ്ങാടിയിൽ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, സഹപ്രവർത്തകർ, നമ്മളെല്ലാവരും അവസാനമായി പാർട്ടിയുടെ ഒരു ക്യാമ്പയിൻ അറ്റൻഡ് ചെയ്തത് എറണാകുളത്തെ മറൈൻ ഡ്രൈവിലെ പലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ നമ്മൾ അതിഥിയായി കൊണ്ടുവന്നത് ആരെയാണ്? പലസ്തീൻ അംബാസഡറെയാണ്.
പലസ്തീൻ അംബാസഡറെ മറൈൻ ഡ്രൈവ് സമ്മേളനത്തിലിരുത്തി ഗാസയിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി, പലസ്തീനിലെ പോരാളികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച്, മുദ്രാവാക്യം വിളിച്ചു, പ്രതിഷേധിച്ച് ആ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യാൻ പലസ്തീൻ അംബാസഡർ വന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ ആമുഖമായി എനിക്കൊരു നന്ദി പറയാനുണ്ട്, എനിക്കൊരു കടപ്പാടിനെ ഓർത്തെടുക്കാനുണ്ട്. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, എന്റെ കടപ്പാടിന്റെ ഭാഗമായി ഞാനൊരു കാര്യം പ്രസംഗത്തിലേക്ക് കടക്കുന്നതിന്റെ മുന്നേ പറയട്ടെ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ പലസ്തീൻ പ്രശ്നങ്ങളോട് ലോകത്ത് പല മനുഷ്യരും പല രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. കഥയെഴുതി പ്രതികരിക്കുന്നു, കവിത എഴുതി പ്രതികരിക്കുന്നു. ഈ സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. കേരളത്തിൽ പോലും സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ നഫ്രത്ത് കി ബസാറാണ്, വെറുപ്പിന്റെ മുറുക്കാൻ കടകളാണ്. സോഷ്യൽ മീഡിയയിലെ കമന്റ് ബോക്സുകൾ ക്രിസംഗിയും അല്ലാത്ത സംഖ്യയും ഒക്കെ മുൻകൈയെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിന്റെ സ്വന്തം ഒരു പെൺകുട്ടി അവർ ഗാസയിലെ മക്കൾക്ക് വേണ്ടി ഐക്യമറിയിച്ചുകൊണ്ട് അവരെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. ഗാസയുടെ തെരുവിൽ നിന്ന് കേരളത്തിന് നന്ദി പറയുന്ന പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ നാപ്പാം ബോംബുകളും ക്ലസ്റ്റർ ബോംബുകളും വന്നു വീഴുന്ന മണ്ണിൽ അവർ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് അഭിവാദ്യം ചെയ്യും. അപ്പൊ പലസ്തീനിലൂടെ ഐക്യപ്പെടുന്ന പല ആളുകളുണ്ട്. കേരളത്തിൽ നിന്നിട്ടാണ് ആ പെൺകുട്ടി അത് ചെയ്തത്. പലരും പ്രതിഷേധിക്കുന്നു, പലരും പ്രകടനങ്ങൾ നടത്തുന്നു. ഗസയിലേക്ക് ഭക്ഷണങ്ങളുമായി ബോട്ടുകൾ അയച്ച രാജ്യങ്ങളുടെ ചിത്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഗസ പട്ടണത്തിന്റെ തീരങ്ങളിൽ അതണയാതെ അത് തടുക്കാനുള്ള ഇസ്രായേലിന്റെ ഗുണ്ടാപ്പടയുടെ നീക്കം നമ്മൾ കണ്ടു. ലോകം ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പലസ്തീൻ അംബാസഡർ പ്രസംഗിക്കുമ്പോൾ ആമുഖമായി പറഞ്ഞത്, പ്രതിഷേധിച്ചും പ്രസംഗിച്ചും പ്രതികരിച്ചും കവിത എഴുതിയും ഒക്കെ ഞങ്ങളെ പ്രതിരോധിക്കുന്ന, ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ലോകത്തെ പല മനുഷ്യരുണ്ട്. പക്ഷേ പലസ്തീന്റെ മണ്ണിൽ നേരിട്ട് വന്ന് ഞങ്ങളോട് ഐക്യപ്പെട്ടവർ അപൂർവമാണ്. മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനം നടക്കുമ്പോ പലസ്തീന്റെ അംബാസഡർ എന്ന നിലയിൽ ഞാൻ കടപ്പാടോടെ ഓർക്കുന്നു, യാസർ അറഫാത്തിന്റെ സമരപ്പന്തലിൽ ഇന്ത്യയിൽ നിന്ന് ഒരു നേതാവ് പറന്നിറങ്ങി പലസ്തീനിലെ മക്കളെ, നിങ്ങളുടെ പോരാട്ടത്തിന്റെ കൂടെ ഇന്ത്യയിലെ 100 കോടി മനുഷ്യരുണ്ട് എന്ന് പറഞ്ഞത് ഈ അഹമ്മദ് എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവായിരുന്നു എന്നത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നു എന്ന് പറഞ്ഞു. കണ്ണൂരിൽ അഹമ്മദ് സാഹിബിന്റെ തട്ടകത്തിൽ നിന്ന് ഞങ്ങൾ സംസാരിക്കുമ്പോ അഹമ്മദ് സാഹിബിന് കൊടുക്കേണ്ടുന്ന ഗിഫ്റ്റ് ഇതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇങ്ങനെയാണ്. പലസ്തീൻ അംബാസഡറെ പാണക്കാട് തങ്ങൾ കെട്ടിപ്പിടിച്ചു, പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചേർത്തു പിടിച്ചു, മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ അഭിവാദ്യം ചെയ്തു. അപ്പോൾ അപ്പുറത്ത് വേറൊരു സമ്മേളനം, ആഗോള അയ്യപ്പ സംഗമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ CPM-ന്റെ നേതൃത്വത്തിൽ ആരെയാണ് കെട്ടിപ്പിടിക്കുന്നത്? ഏതൊരു ആശംസാ സന്ദേശത്തെയാണ് ആശ്ലേഷിക്കുന്നത്? മാതാ അമൃതാനന്ദമയ്യെ കെട്ടിപ്പിടിച്ച് ചേർത്തു പിടിച്ച പിന്നീട് CPM-ന്റെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ആശംസാ സന്ദേശം വായിക്കുന്നത് യോഗി ആദിത്യനാഥിന്റെ ആശംസാ സന്ദേശമാണ്. രണ്ട് രാഷ്ട്രീയം വെറുപ്പും കറുപ്പും പോലെ കൃത്യം വ്യക്തമാണ്, രാത്രിയും ഇരുട്ടും പോലെ സുതരാം വ്യക്തമാണ്. ബുദ്ധിയുള്ളവരെ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആൻ പലാവർത്തിച്ച് പറഞ്ഞ പോലെ പലസ്തീൻ അംബാസഡർ ചേർത്തുപിടിച്ച് പലസ്തീനി മക്കൾക്ക് വേണ്ടി ഐക്യദാർഢ്യം നടത്തുന്ന സമ്മേളനം മുസ്ലിം ലീഗ് പാർട്ടി നടത്തുമ്പോ ഉത്തർപ്രദേശിൽ ഐ ലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്ലക്കാർഡ് പിടിച്ചതിന്റെ പേരിൽ ഞാൻ ഈ കണ്ണൂരിൽ വന്നിറങ്ങുമ്പോ ഐ ലവ് കണ്ണൂർ കാണും. എല്ലാ അങ്ങാടിയിലും നമ്മൾ ആളുകൾ വെക്കുന്ന ഒരു ബോർഡാണത്. ഐ ലവ് കക്കാട്, ഐ ലവ് കണ്ണൂർ, ഐ ലവ് കോഴിക്കോട്. ഇത് ഇന്റർനാഷണൽ ക്യാമ്പയിനാണ്. ഇക്കൊല്ലം ഉത്തർപ്രദേശിലെ നബിദിന സമ്മേളനം നടന്നപ്പോ കുട്ടികൾ ഉയർത്തിപ്പിടിച്ച ഒരു പ്ലക്കാർഡ് ഐ ലവ് മുഹമ്മദ് എന്ന ഒരു പ്ലക്കാർഡാണ്. ഒന്നുമില്ല, പരിശുദ്ധ പ്രവാചക തിരുമേനി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിശ്വാസിയുടെ കലിമ പൂർത്തിയാക്കണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 50% ആണ്. അവിടെ പറഞ്ഞാൽ തീരൂല. അല്ലാഹുവാണ് തമ്പുരാൻ, അല്ലാഹുവാണ് എന്നെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വിശ്വാസിയാകില്ല. അത് വിശ്വാസത്തിന്റെ പകുതി മാത്രമാണ്. ബാക്കി പകുതി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ മുഹമ്മദ് നബി തിരുമേനി
പടച്ച തമ്പുരാന്റെ തിരുദൂതരാണ് എന്ന് വിശ്വസിക്കുന്നു എന്നത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ സാക്ഷ്യമാണ്. നബിദിന സമ്മേളനത്തിൽ ഐ ലവ് മുഹമ്മദ് എന്ന പ്ലക്കാർഡ് പിടിച്ചതിന്റെ പേരിൽ 2000 ഉത്തർപ്രദേശിലെ ചെറുപ്പക്കാരനെ യോഗിയുടെ പോലീസ് വേട്ടയാടി. ഉത്തർപ്രദേശ് പോലീസിനെ വേട്ടനായ്ക്കളെ പോലെ തെരുവിൽ ഇറക്കി വിട്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് വെടിവെപ്പ് നടത്തി, കേസ് നടത്തി, പോക്കിരിത്തരം കാട്ടിക്കൂട്ടുമ്പോ യോഗി ആദിത്യനാഥ് ആരാണ്? ഞങ്ങളുടെ സംശയം പറയാം. നരേന്ദ്രമോദിയുടെ കയ്യിലിരിപ്പും ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലിരിപ്പും വെച്ച് കാണുമ്പോ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇവർ ഒരമ്മ പെറ്റ മക്കളാണോ? ഡൊണാൾഡ് മോഡി എന്നും നരേന്ദ്ര ട്രംപ് എന്നും പേര് മാറ്റിയാൽ കയ്യിലിരിപ്പ് കൊണ്ട്, കർമ്മദോഷം കൊണ്ട് അതൊരബദ്ധമാണ് എന്ന് ആർക്കും പറയാൻ പറ്റൂല. അതുപോലെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രേതം പേറുന്ന വെറുപ്പിനെ തന്റെ കർമ്മമാക്കിയ, മറ്റൊരു സമുദായത്തോടുള്ള അടങ്ങാത്ത ശത്രുതയെ കൊണ്ടു നടക്കുന്ന സയനിസ്റ്റ് നേതാവ് ബെഞ്ചമിൻ നെതന്യാഹുവിന് ഒരു കസിൻ ബ്രദർ ഇന്ത്യയിലുണ്ടോ എന്ന് ചോദിച്ചാൽ യൂത്ത് ലീഗ് ഞങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. യോഗി ആദിത്യനാഥാണ് ബെഞ്ചമിൻ നെതന്യാഹു എന്ന വെറുക്കപ്പെട്ട ലോക നേതാവിന്റെ ഇന്ത്യൻ വെർഷൻ. ആ ഇന്ത്യൻ വെർഷന്റെ ആശംസാ സന്ദേശം ആശ്ലേഷിച്ച് ആഗോള അയ്യപ്പ സംഗമത്തിൽ ബിജെപിക്കാരന്റെ ആശംസാ സന്ദേശം യോഗിക്ക് അവിടെ വിട്. ബിജെപിക്കാരന്റെ ആശംസാ സന്ദേശം ആഗോള അയ്യപ്പ സമ്മേളനത്തിലാണ്. ഇതൊരു പൊളിറ്റിക്കൽ കോൺഫറൻസ് അല്ല. അപ്പോൾ നിങ്ങൾ പറയുന്നത് എന്താണ്? ബിജെപിയും RSSഉം ഹിന്ദു മതത്തിന്റെ ഒതന്റിക് ഒഫീഷ്യൽ ഏജൻസിയാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചു കൊടുക്കല്ലേ CPM? നിങ്ങൾ അങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നതിലൂടെ, ബിജെപിക്ക് മുന്നിൽ നിങ്ങൾ സോഫ്റ്റ് BJP ആകുന്നതിലൂടെ നിങ്ങൾ മുസ്ലിം ലീഗിന്റെ അടിത്തറയല്ല മാന്തുന്നത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയാണ് മാന്തുന്നത് എന്ന് വരും തലമുറ മനസ്സിലാക്കും. CPM-ൽ ബുദ്ധിയും ആലോചനയുള്ള ആളുകൾ അവരുണ്ടെങ്കിൽ അവർ പാർട്ടി നേതാക്കന്മാർക്ക് പറഞ്ഞു കൊടുക്കണം, നിങ്ങൾ മാന്തുന്നത് എന്താണ്? നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ നിങ്ങൾ തകർക്കുകയാണ്, നിങ്ങൾക്ക് നിലനിൽക്കാനുള്ള ന്യായത്തെ നിങ്ങൾ തകർക്കുകയാണ്. ബിജെപിയുടെ യോഗി ആദിത്യനാഥിനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ സഹോദരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം ശബരിമല എന്ന് പറയുമ്പോ, ആ ശബരിമലയിലെ അനുഷ്ഠാനം പൂർത്തിയാക്കണമെങ്കിൽ വാവരുടെ പള്ളി ചുറ്റണം. ഒരു മുസ്ലിം മസ്ജിദിനെ ചുറ്റുക ഒരു അനുഷ്ഠാനമാണ്. ഈ നാട് കടന്നു വന്ന വഴിയാണ്. അത്ര വലിയ സൗഹൃദത്തിന്റെ പാരസ്പര്യത്തിന്റെ ഒരു ഇടത്തെ എന്താ ചെയ്യുന്നത്? സംഘപരിവാർ സ്പോൺസർ ചെയ്ത സ്വാമിമാരുടെ സമ്മേളനത്തിൽ വെച്ചിട്ട് വാവരെ തീവ്രവാദിയാക്കി എന്ന് പറഞ്ഞാൽ ശബരിമലയിലെ അനുഷ്ഠാനത്തെ അപമാനിച്ചാലും, ശബരിമല അയ്യപ്പനെ താറടിച്ചാലും ഞങ്ങളുടെ വെറുപ്പ് നടത്തണം എന്നാണ് സ്വാമി പറഞ്ഞത്. അതിന്റെ അർത്ഥം അതാണ്. അയാൾക്ക് അതിന് മെറ്റീരിയൽ ഉണ്ടായിട്ടല്ല, തെളിവുണ്ടായിട്ടല്ല. ഒരു മസ്ജിദിനെ ചുറ്റിയിട്ട് ഹിന്ദുക്കളെ നിങ്ങൾ നടത്തുന്ന അനുഷ്ഠാനത്തെ RSSഉം BJPയും അംഗീകരിക്കില്ല, നിങ്ങൾ എന്തിന്റെ പേരിൽ നടത്തിയാലും എന്നല്ലേ അവർ പറയുന്നത്. അതുകൊണ്ട് അയ്യപ്പ ഭക്തിയുടെ അയൽപ്പക്കങ്ങളിലേക്ക് പോലും RSSനെ കടത്തിവിടരുതാത്ത ഒരു കാലത്ത് നിങ്ങൾ എന്താ ചെയ്തത്? ആഗോള അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യാതിഥിയായി യോഗി ആദിത്യനാഥിനെ ചാർത്തുവെച്ചു എന്ന് പറഞ്ഞ പാപം നിങ്ങൾ എവിടെ കഴുകിക്കളയും എന്ന് CPM-നോട് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇതൊക്കെ മതത്തിന്റെ കണ്ണിലല്ല, മനുഷ്യത്വത്തിന്റെ കണ്ണിൽ കാണണം. ആ മനുഷ്യത്വത്തിന്റെ കണ്ണിൽ കാണണം എന്നതുകൊണ്ടാണ് ഞാൻ ഗാന്ധിജിയെ ഉദ്ധരിച്ചത്. ഗാന്ധിജി പലസ്തീൻ പ്രശ്നത്തിൽ പറഞ്ഞത് ഇത് മനുഷ്യത്വത്തിന്റെ പ്രശ്നമാണ്. ആരാ ഗാന്ധിജി? ഒരു അൾട്രാ സെക്യുലറിസ്റ്റ് ആണോ? അല്ലല്ലോ. മരിക്കുന്നതിന്റെ അവസാനത്തെ സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ജപിച്ചത് രാമ രാമ എന്നാണ്. രാം രാം എന്നൊരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് എന്നത് ഒരു പ്രതീകാത്മകതയാണ്. ആ പ്രതീകാത്മകത അടയാളപ്പെടുത്തുന്നത് എന്താണ്? ഹൈന്ദവ ധർമ്മത്തിന്റെ ആത്മീയതയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ മാനവികതയെ, മനുഷ്യത്വത്തെ പ്രബോധനം ചെയ്ത മഹാത്മാവാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആ ഗാന്ധിജിയുടെ ഇന്ത്യ ഈ രാജ്യത്തെ, ഈ ലോകത്തെ പലസ്തീന്റെ പോരാട്ടത്തിന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് യൂത്ത് ലീഗ് അനീതിയുടെ കാലത്ത് യുവതയുടെ തിരുത്തുമായി ഞങ്ങൾ ഇറങ്ങുമ്പോ
പലസ്തീൻ കയ്യേറിയ ഇസ്രയേലിന്റെ അനീതിയെ തിരുത്തുക എന്നതാണ് ഞങ്ങളുടെ പ്രമേയത്തിന്റെ ശ്ലോകത്തിന്റെ ഫസ്റ്റ് കൺസേൺ. ആദ്യത്തെ ഞങ്ങളുടെ ആശങ്കയും ആധിയും വേദനയും ഉത്കണ്ഠയും ലോകരാഷ്ട്രീയത്തിൽ നടക്കുന്ന ഈ സംഭവമാണ്. ഇതൊക്കെ നമ്മളെ ബാധിക്കും. ഇതൊക്കെ കക്കാട്ടങ്ങാടിയിൽ ചർച്ച ചെയ്യണോ എന്ന് ചിന്തിക്കുന്ന നിഷ്കളങ്കന്മാരുണ്ടോ ഈ അങ്ങാടിയിൽ? ഇസ്രയേൽ എന്ന് പറയുന്ന തെമ്മാടി രാജ്യം അയൽപക്കത്ത് അയൽ രാഷ്ട്രങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ പോയി ബോംബിട്ടു. എപ്പോ? ദോഹയിൽ വന്ന് ബോംബിട്ടു, ഖത്തറിൽ വന്നിട്ട് ഇടപെട്ടു. ഖത്തറിൽ ഇങ്ങനെ ബോംബിട്ട് പോകുമ്പോൾ നമുക്ക് വെറും വാർത്ത. നമ്മുടെ നാടിന് ഈ സമ്പാദ്യവും ജീവിക്കാനുള്ള അഭിമാനവും അഭിവൃദ്ധിയും കണ്ണൂരിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാ കെട്ടിടവും ഇവിടെ ACP പൊതിഞ്ഞിട്ടുണ്ട്. ഈ അങ്ങാടി പോലും എത്ര മനോഹരമാണ്. ഇവിടെ നടക്കുന്ന പർച്ചേസ്, ഇവിടെ നടക്കുന്ന ബിസിനസ് ഈ നാട്ടിൽ നിന്ന് മനുഷ്യന്മാരുണ്ടാക്കുന്ന പൈസയല്ലല്ലോ, വിദേശത്ത് നിന്ന് വരുന്ന പൈസയാണ്. മിഡിൽ ഈസ്റ്റ്, മധ്യേഷ്യ, ഗൾഫ് രാജ്യത്തിന്റെ സൗകര്യങ്ങളാണ്, സുഖങ്ങളാണ്. മധ്യേഷ്യയിലാണ് ഇസ്രയേലിനെ കുടിയിരുത്തിയിട്ടുള്ളത്. എന്തിനാണ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ സയനിസത്തിന് പലസ്തീൻ കൊടുക്കാൻ കാരണം? അത്യപൂർവമായ ഭൂമിക്കകത്ത് അത്യപൂർവമായ പെട്രോളിയം അടക്കമുള്ള വിഭവങ്ങളുള്ള മണ്ണാണ് മധ്യേഷ്യ. മധ്യേഷ്യ ഒന്നിച്ചു നിന്നാൽ ലോകത്തെ സൂപ്പർ പവറാണ്. അമേരിക്കയെ ചോദ്യം ചെയ്യാം, സോവിയറ്റ് റഷ്യയുടെ പോക്കിരിത്തരത്തെ ചോദ്യം ചെയ്യാം, ചൈനയുടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തെ ചോദ്യം ചെയ്യാൻ ലോകത്തെ നയിക്കാനുള്ള ആജ്ഞാശക്തി മധ്യേഷ്യയിലെ GCC, ഗൾഫ് കോർഡിനേഷൻ കമ്മിറ്റി, OIC, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്, ODEPEC, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം കൺട്രീസ് ഒന്നിച്ചു നിന്നു കഴിഞ്ഞാൽ ലോകത്തെ മറ്റൊരു ശാക്തിക ചേരിയാണ്. അങ്ങനെ ഒരു ശാക്തിക ചേരി എവിടെ ഉണ്ടാവരുത്? മധ്യേഷ്യയിൽ ഉണ്ടാവരുത്. അതുകൊണ്ട് കാലാകാലം അവിടെ പടക്കം പൊട്ടിക്കൊണ്ടിരിക്കണം, അവിടെ ബോംബ് പൊട്ടിക്കൊണ്ടിരിക്കണം, അവിടെ കുഴപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കൽ കൊട്ടേഷനാക്കി ദിനചര്യയായി ഏറ്റെടുത്ത ആധുനിക മനുഷ്യ സമൂഹത്തിന്റെ ഏറ്റവും ഭീകര പ്രസ്ഥാനമാണ് സയനിസം. ആ സയനിസത്തെ അവിടെ കൊടുന്നു വെച്ചു. ഇനി വേറൊന്നും ആ ഏരിയയിലുള്ള മനുഷ്യന്മാർ ആലോചിക്കാൻ പാടില്ല. അതുകൊണ്ട് മധ്യേഷ്യയുടെ സ്ഥിരതയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഗൾഫ് രാജ്യത്തിന്റെ ഇക്കോസിസ്റ്റത്തിലേക്ക് ഇത് ഇടിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഇസ്രയേൽ അയക്കുന്ന ബോംബ് ഗസയിലും വെസ്റ്റ് ബാങ്ക് മുനമ്പിലും മാത്രമല്ല വീഴുക, നാളെ ഒരു പക്ഷേ അറബ് രാജ്യങ്ങളുടെ തലസ്ഥാന നഗരയിലേക്ക് ഈ ബോംബുകൾ വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കക്കാട്ടങ്ങാടിയിലെ വീടുകളുടെ അടുക്കളയിലെ പാചക പാത്രങ്ങൾ ആ ബോംബിനെ അറിയും. നമ്മുടെ സുഖ സൗകര്യങ്ങളിലേക്ക്, നമ്മുടെ കംഫർട്ടിലേക്ക്, നമ്മുടെ കല്യാണങ്ങളിലേക്ക്, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലേക്ക്, നമ്മുടെ നിത്യവുമുള്ള ഭക്ഷണപാത്രത്തിലേക്ക് ആ ബോംബുകൾ വന്നു വീഴും. അതുകൊണ്ട് ബുദ്ധിജീവികൾ പ്രമേയം പാസാക്കണമായി ഒരു സമ്മേളനം നടക്കല്ലേ, എന്നാ അതൊക്കെ ഒന്ന് പറഞ്ഞു പോവാന്നുള്ള മട്ടിലല്ല. ആ ബോംബ് നമ്മുടെ കടയുടെ ഷട്ടർ താത്താൻ ഉതകുന്ന ബോംബാണ്. ആ ബോംബ് നമ്മുടെ മനോഹരമായ വീടിന്റെ സുഖ സൗകര്യങ്ങളെ തകർക്കാൻ പാകത്തിലുള്ള ബോംബാണ്. അത് നമ്മൾ എന്ന് പറയുമ്പോ ഗൾഫിലൊക്കെ പോയി താമസിക്കുന്ന മുസ്ലിങ്ങൾ എന്നാണോ? മുസ്ലിങ്ങൾ മാത്രമാണോ ഗൾഫ് രാജ്യങ്ങളിൽ? അവിടെ സന്ദർശിക്കുമ്പോ അവിടെ എന്ത് മുസ്ലിം? അവിടെ എന്ത് മുസ്ലിം ഒന്നുമില്ല. അവിടെ ഇന്ത്യക്കാരനേ ഉള്ളൂ, അവിടെ മലയാളിയേ ഉള്ളൂ. ലോകത്തൊരിക്കലും മതത്തിന്റെ പേരിൽ ഒരു ഐഡന്റിറ്റിയും ഒരാർക്കും ഒരു സ്വീകാര്യതയും കിട്ടൂല. അവൻ ജനിച്ച ദേശത്തിന്റെ പേരിലാ കിട്ടുക. ദേശത്തിന്റെ പേരിൽ എങ്ങനെ ഒരു മനുഷ്യന്റെ രാജ്യത്തെ തീരുമാനിക്കുക? ബൈ ബർത്ത് സിമ്പിൾ. വേറെ ഫിലോസഫി ഒന്നും വേണ്ട. അയാൾ എവിടെയാണോ ജനിച്ചത്, ജന്മദേശം എന്നല്ലേ നമ്മൾ പറയാ. ജന്മദേശം എന്ന വാക്ക് തന്നെ നിന്റെ ദേശം നിശ്ചയിക്കുന്നത്, ഇറ്റ് വിൽ ബി ഡിസൈഡഡ് ആൻഡ് ഫിക്സഡ് ബൈ യുവർ ബർത്ത്. നീ ജനിക്കുന്നത് വെച്ച് തീരുമാനിക്കും. അപ്പൊ നരേന്ദ്രമോദി അടക്ക് പറയലുണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളോട്, നിങ്ങളൊക്കെ നാട് വിട്ടുപോകണം, കപ്പൽ കയറി പോകണം. നമ്മൾ കപ്പൽ കയറി പോകണം എന്ന് പറയുമ്പോ തന്നെ നമ്മൾ പറയലുണ്ട്, നാം വന്നവരൊക്കെ പോവാ. അങ്ങനെ വന്നവര് പോവാണെങ്കിൽ ആദ്യം പോകേണ്ടത് ആരാ? ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നവരാണ്. അടുത്ത ഹിസ്റ്ററി പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതാണ്. എല്ലാരും പോകേണ്ടി വരല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇവിടെ ഉണ്ട്. അവരണിയുന്ന വസ്ത്രം നിഖാബ്, പർദ, ഹിജാബ്, അത് പുറത്തുനിന്ന് നിങ്ങൾ ഇറക്കുമതി ചെയ്ത വസ്ത്രമാണ്. അപ്പൊ അതൊക്കെ കൊടുത്തയക്കണം.
എന്റെ മുന്നിലിരിക്കുന്ന തൊപ്പിയിട്ട മനുഷ്യര്, നിങ്ങളുടെ തൊപ്പിയും തലപ്പാവും പുറത്തുനിന്ന് വന്നതാണ്, അത് പുറത്തു വിടണം, അത് കൊടുത്തയക്കണം. അപ്പൊ ഞങ്ങൾ RSSനോട് പറയണം, നിങ്ങൾ അത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കപ്പലേൽപ്പിക്കുമ്പോ വേറൊരു കപ്പലും കൂടി ഏൽപ്പിക്കണം. ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്തു വന്ന വസ്ത്രങ്ങളെ കയറ്റിവിടാൻ വേണ്ടി ഏൽപ്പിക്കുന്ന കപ്പലിൽ ആദ്യം കയറ്റിവിടേണ്ടത് മുസ്ലിം സ്ത്രീകളുടെ പർദ്ദയും ഹിജാബും നിഖാബും തൊപ്പിയും തലപ്പാവും മാത്രമല്ല, RSSന്റെ 100 കൊല്ലം ആഘോഷിക്കുന്ന വേളയിൽ ഈ തെരുവുകളിലൂടെ നിങ്ങളുടെ പദസഞ്ചലനം നടത്തിയപ്പോൾ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ടൗസറും കുപ്പായവും കുറുവടിയും ആദ്യത്തെ കപ്പലിൽ കയറ്റുമതി ചെയ്ത ശേഷം മാത്രമാണ് ഇതൊക്കെ കയറ്റുമതി ചെയ്യേണ്ടത്. RSS ഇട്ടിരിക്കുന്ന ടൗസർ ഇന്ത്യൻ സംസ്കാരത്തിന്റെ കോണകമാണ്, കൗബീനം. കണ്ണൂരിൽ വിൽസൺ തില്ലങ്കേരിയൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കോണ കെട്ടിട്ട് നിങ്ങളൊരു മാർച്ച് നടത്തി. അപ്പൊ ഞങ്ങൾ വേണമെങ്കിൽ പറയും, ഓ നിങ്ങൾ സ്വദേശി ജാഗരൺ മഞ്ചാണ് അല്ലേ, ഇവരൊക്കെ ഇറങ്ങട്ടെ, ശശികല ടീച്ചറും എല്ലാവരും ഇറങ്ങട്ടെ, നിങ്ങൾ കോണ കെട്ടിട്ട് നിങ്ങളൊരു മാർച്ച് നടത്തി. അപ്പൊ ഞങ്ങൾ പറയും നിങ്ങൾ ഇന്ത്യനാണ്. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ട സിദ്ദീഖ് അലി സാഹിബ് ഈ വേദിയിൽ വരുന്നുണ്ട്, ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അപ്പൊ നിങ്ങളുടെ മുതലല്ല, വിദേശ ബ്രാൻഡ് അടിച്ച് ആളുകളെ വിദേശിയാക്കുമ്പോ ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം എഴുന്നു വന്നതാ പലസ്തീനിലേക്ക്. പലസ്തീന്റെ ഭൂമി കയ്യേറി സയനിസ്റ്റ് ഗുണ്ടായിസത്തിന് നേതൃത്വം കൊടുക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹു, അയാൾ പോളണ്ടുകാരനാണ്. ഇപ്പൊ വന്നവരൊക്കെ നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ മിസ്റ്റർ മോഡി അങ്ങയുടെ ഉറ്റ തോഴനായി അങ്ങ് കൊണ്ടു നടക്കുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറയണം, അയാളോട് അയാളുടെ ജന്മനാട്ടിലേക്ക് പോകാൻ പറയണം, അയാളോട് അയാളുടെ ജന്മനാട്ടിലേക്ക് പോകാൻ പറയണം. അപ്പോൾ ദേശത്തിന്റെ പേരിൽ, വംശത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കരുത്, കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, മനുഷ്യനെ വിഭജിക്കരുത് എന്നതാണ് യൂത്ത് ലീഗിന് വിഷയത്തിലുള്ള കാഴ്ചപ്പാട്. ഈ അങ്ങാടിയിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ആദ്യം വേണ്ടത് എന്താ? ആദ്യം വേണ്ടത് റോഡും തോടും പാലവും ഒന്നും അല്ല. ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോട് പറയാം, എന്റെ പ്രിയപ്പെട്ട CPMന്റെ സുഹൃത്തുക്കളോട് പറയാം, റോഡും തോടും പാലൊക്കെ വേണട്ടാ. CPMനോട് പറയുമ്പോൾ പ്രത്യേകിച്ചും പറയാം, ഈ നിയോജക മണ്ഡലത്തിന്റെ MLA കഴിഞ്ഞ UDF കാലഘട്ടത്തിൽ UDFന്റെ MLA ഇട്ട റോഡ് ഇവിടെ ഭദ്രമായിട്ട് ഉണ്ടായത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കക്കാട്ടങ്ങാടിയിൽ നിന്ന് വൈകുന്നേരം പ്രകടനം നടത്താൻ പറ്റിയത്. ഒരു MLAയുടെ പ്രാഥമികമായ പണി എന്ന് പറയുന്നത് കല്യാണം നടക്കുന്ന പുയ്യാപ്പിളയുടെ കൂടെ ഫോട്ടോ എടുക്കലും അടിയന്തരത്തിൽ പങ്കുചേരലുമല്ല, നാട്ടിലെ റോഡും തോടും പാലവും നന്നാക്കലാണ്. നിങ്ങൾ അതിന്റെ ഇടയിൽ സമയം കണ്ടെത്തണം എന്നൊരു അഭിപ്രായം നമുക്കുണ്ട്. ഇടയിൽ പുട്ടിൽ തേങ്ങമായിരിയെങ്കിലും അത് ഇട്ടുകൊടുക്കണം. എല്ലാ വീട്ടിലെയും കല്യാണ പന്തലിൽ പോയി ചിരിച്ചു നിന്ന് ഫോട്ടോക്ക് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതാണ് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്ന ഡെസിഗ്നേഷനിൽ അയാളുടെ പണി എന്ന് ആരെങ്കിലും കരുതുമോ? കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗിന്റെ അഭിവന്യ നായകൻ പ്രിയപ്പെട്ട കരീം സാഹിബ് വേദിയിലെത്തി, ഞാൻ സ്വാഗതം ചെയ്തു. അപ്പൊ അത് മാത്രല്ല, ഇടയ്ക്ക് ഈ പണി നിങ്ങൾ എടുക്കണം. പക്ഷേ എന്താണ് പ്രാഥമികമായി വേണ്ടത്? സമാധാനമാണ്, സെക്യൂരിറ്റിയാണ്, സേഫ്റ്റിയാണ് ഒരു നാടിന് പ്രാഥമികമായി വേണ്ടത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഒരു നാട്ടിലെ സുരക്ഷിതത്വം പ്രധാനമാണ്. ആ സുരക്ഷിതത്വം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതൊക്കെ പോയി. ആ സുരക്ഷിതത്വം കൊടുക്കേണ്ടുന്ന ഏജൻസി ഏതാണ്? ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോട് കണക്ട് ചെയ്യുന്ന, ഡയറക്ട്ലി കണക്റ്റഡ്, ഡെയിലി കണക്റ്റഡ് എന്ന് പറയുന്ന സ്ഥാപനം ഏതാ? പൊതുമരാമത്താണോ? അല്ല. തദ്ദേശമാണോ? അല്ല. വിദ്യാഭ്യാസമാണോ? അല്ല. ആരോഗ്യമാണോ? അല്ല. ജനങ്ങളോട് ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ഏജൻസീസിൽ പ്രൈമറലി കണക്ട് ചെയ്യുന്ന വകുപ്പ് എന്ന് പറയുന്നത് ആഭ്യന്തരമാണ്, പോലീസാണ്. ഒരു ഗവൺമെന്റിന്റെ ലോ ആൻഡ് ഓർഡർ, ഒരു ഗവൺമെന്റിനെ വിലയിരുത്തുന്നതിൽ ആദ്യത്തെ മാർക്കും ആദ്യത്തെ മാനദണ്ഡവും ലോ ആൻഡ് ഓർഡറാണ്. ഇവിടെ ഗൾഫിലൊക്കെ പോകുന്ന ആൾക്കാരല്ലേ, വിദേശത്ത് നിന്ന് വന്നിട്ട് ഗൾഫ് രാജ്യത്തിന്റെ മൊഞ്ചു പറയുന്ന സമയത്ത് ആളുകൾ പറയുന്ന ഒരു കാര്യം എന്താ? പെർഫെക്റ്റ് ആണ്, ട്രാഫിക് പെർഫെക്റ്റ് ആണ്. ഏത് അർദ്ധരാത്രിയിലും ദുബായ് പട്ടണത്തിന്റെ തെരുവിലൂടെ ഒരാണിന് മാത്രമല്ല ഒരു പെണ്ണിന് നടന്നു പോകാം. ലോ ആൻഡ് ഓർഡർ ആണ് ഒരു നാടിനെ വിലയിരുത്തുന്നതിന്റെ.
പിടിച്ചു പറയില്ലാതെ, പോക്കറ്റടിയില്ലാതെ, കുഴപ്പങ്ങളില്ലാതെ, സംഘർഷമില്ലാതെ ഒരു നാട്ടിൽ സമാധാനം, ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം. ആ പണിയെടുക്കുന്നത് ആരാ? ആ പണിയെടുക്കുന്നത് പോലീസാണ്. ആ പോലീസിന്റെ ആഭ്യന്തര വകുപ്പ് VS അച്യുതാനന്ദനുള്ള സമയത്ത് കോടിയേരിയായിരുന്നു കൈകാര്യം ചെയ്തത്. പക്ഷേ പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ആഭ്യന്തരം ആർക്കെങ്കിലും കൊടുക്കുന്നു ഞങ്ങൾ വിചാരിച്ചു ആ വകുപ്പ്. കാരണം ചീഫ് മിനിസ്റ്റർ ചെയ്യേണ്ടത് പൊതുഭരണമാണ്. ആ പൊതുഭരണത്തിന്റെ അടിയിൽ ഒരു എക്സ്ട്രാ പ്രൊഫൈലാണ് ഹോം മിനിസ്ട്രി. അത് ഡിഫറന്റ് വകുപ്പാക്കിയിട്ട് CPM-ന്റെ ഒരു സെക്കൻഡ് ലീഡർക്ക് കൊടുക്കും എന്ന് ഞങ്ങൾ കരുതി. അത് കൊടുത്തില്ല. എന്താ കാരണം? പിണറായിക്ക് ശേഷം ഒരു സെക്കൻഡ് ലീഡർ വേണ്ട. ഞാൻ തന്നെ ഫസ്റ്റ്, ഞാൻ തന്നെ സെക്കൻഡ്, ഞാൻ തന്നെ തേർഡ്. ഇനി ഫസ്റ്റും സെക്കൻഡും തേർഡും നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, അതിന്റെ വല്ല ആനുകൂല്യം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ മോൾക്കും മോളെ പുയ്യാപ്പളക്കും കൊടുക്കും. പാർട്ടി നാരും വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ആഭ്യന്തര വകുപ്പ് പൊതുഭരണത്തിന്റെ കൂടെ കൊടുത്തു. അപ്പൊ ഞങ്ങൾ CPM-നോട് ചോദിച്ചു, അല്ലടോ ഇത് VS-ന്റെ കാലത്ത് കോടിയേരി കൈകാര്യം ചെയ്തല്ലേ, ഇതെന്തിനാണ് ചീഫ് മിനിസ്റ്ററുടെ വകുപ്പിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്? അപ്പൊ CPM-ന്റെ സുഹൃത്തുക്കൾ ഫസ്റ്റ് ഭരണം വന്നപ്പെട്ടോ നമ്മളോട് പറഞ്ഞ അതാണ്, നിങ്ങൾക്ക് ലീഗർക്ക് കാര്യം മനസ്സിലായിട്ടില്ല. പിണറായി വിജയൻ ഒരു അസാധാരണ മനുഷ്യനാണ്. നമ്മൾ പ്രവാചകന്മാരൊക്കെ പറ്റി പറയല്ലോ, അസാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയന്റെ ശരീരം സ്കാൻ ചെയ്തപ്പോ അയാൾക്ക് ഇരട്ട ചങ്കുണ്ട്. ഒരു ചങ്ക് കൊണ്ട് പൊതുഭരണം നടത്തും, മറ്റേ ചങ്ക് കൊണ്ട് ആഭ്യന്തരം നടത്തും. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞു. ഞാൻ വിശദാക്കണമൊന്നുമില്ല. പിണറായി ഒരു ഗവൺമെന്റ് അതിന്റെ DGP-നെ വെക്കുക എന്ന് പറഞ്ഞതിന്റെ പ്രോസസ് എന്താണെന്നത് വിചാരിച്ചത്? ഗവൺമെന്റ് ഒക്കെ പിടി ഒരു സ്കൂൾ മാനേജർ ഹെഡ്മാസ്റ്റർ വെക്കൽ എങ്ങനെ? സ്വാഭാവികമായിട്ട് അവിടെ പിന്നെ അധ്യാപകരുടെ സീനിയർ ആയിട്ട് വന്നിട്ട് ഹെഡ്മാസ്റ്റർ ആവാൻ യോഗ്യതയുള്ള ആളുണ്ടാവും. ചില സ്കൂളിൽ അത് പാലിക്കൂല. എങ്ങനെ വെക്കുക? കുറച്ചും കൂടി സ്മാർട്ടായിട്ട് ഒരു ഹെഡ്മാസ്റ്റർ ഡെപ്യൂട്ടേഷനിലൊക്കെ കൊണ്ടുവരും. കാരണം ഇത് ഇങ്ങനെ മൂത്ത് വരേണ്ട ഒരു സാധനമല്ല, സ്കൂളിനെ നയിക്കേണ്ട ആളാണ്. ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുവരും. പിന്നെ വേറെ ചിലരൊക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന വകുപ്പില് സ്വന്തം കെട്ടിയോളെ, യോഗ്യത ഉള്ളവരെ അട്ടിമറിച്ചുകൊണ്ട് കെട്ടിയോളെ അവിടെ വെക്കാൻ ശുപാർശ നടത്തും. നേരിട്ടൊന്നും ശുപാർശ നടത്തൂല. ഞാൻ അവരെ പേരൊന്നും പറഞ്ഞില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ ഒരു ഹെഡ്മാസ്റ്റർ വെക്കുന്നോടത്ത് ഒരു മാനേജറുടെ സൂക്ഷ്മത എന്ന് പറഞ്ഞ പോലെ ഒരു DGP-യെ വെക്കുമ്പോ 10 കൊല്ലം കഴിഞ്ഞ് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് നമ്മൾ ഇന്നലെ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ പറയട്ടെ, ഔട്ട് ഓഫ് 10 years ഈ 10 കൊല്ലത്തിനിടയിൽ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ്, ഞാനിത് പറയുമ്പോ 2 കൂട്ടരെ ഞാൻ പ്രത്യേകം അഡ്രസ് ചെയ്യാം. ഒന്ന്, ഇവിടെ ഇരിക്കുന്ന ലീഗരല്ല, ഇതൊരു സൗകര്യത്തിന് ഇവർ ഇരുന്നരാണ്, ഇത് ഇവർക്ക് അറിയിട്ടല്ല, ഈ പോയിന്റ് ഒന്നും ഇവർ യോജിക്കായിട്ടല്ല. ഞങ്ങൾ 2 കൂട്ടരോടായി അങ്ങാടിയിൽ സംസാരിക്കുന്നത്. ഒന്ന്, ഇവിടുത്തെ പൊതുജനങ്ങളോട്. 2, CPM-ന്റെ സഹയാത്രികരും പ്രവർത്തകരും ഒക്കെ ആയിട്ടുള്ള സഖാക്കളായ സുഹൃത്തുക്കളുണ്ടെങ്കിൽ നിങ്ങളോട്. തെറിവിളിയൊന്നുമല്ല, ഇതൊരു ഡയലോഗാണ്. ജനാധിപത്യത്തിൽ ഒരു ആശയ സംവാദമാണ്. 10 കൊല്ലത്തിന്റെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ അവസാനത്തെ ചിത്രം ഒരു ഫോട്ടോയായി ഈ കക്കാട്ടങ്ങാടിയിലെ തെരുവിൽ വെക്കാൻ പറഞ്ഞാൽ യൂത്ത് ലീഗ് അടിക്കുന്ന ഫോട്ടോ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുക്കാൻ പിടിച്ച ഒരുത്തൻ RSS-ന്റെ കാക്കി ട്രൗസർ ഇട്ട് RSS-ന്റെ 100ാം വർഷത്തിന് അധ്യക്ഷത വഹിച്ച DGP ജേക്കബ് തോമസ് എന്ന് പറയുന്ന ഒരുത്തൻ. ആ ചിത്രം വാചാലമായി സംസാരിക്കുന്നുണ്ട്. ഒടുക്കം ആരാണ്? RSS-ന്റെ പിണറായി വിജയന്റെ പോലീസിന്റെ ഒടുക്കം ആരാണ്? പിണറായി വിജയന്റെ വലങ്കയ്യായി നടന്ന DGP ജേക്കബ് തോമസ് ടൗസറിട്ട് നടക്കുകയാണ്. പിണറായി വിജയന്റെ ആഭ്യന്തരത്തിലെ മാനസപുത്രിയായി നടന്ന IPS ശ്രീലേഖ ട്രൗസറിട്ട് നിൽക്കുകയാണ്. എന്നാൽ നമ്മളൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് യൂട്ടേൺ അടിച്ചു പോയൊക്കെ തുടക്കം ആഭ്യന്തര വകുപ്പ് ഇങ്ങനെ തുടങ്ങുകയാണല്ലോ. അപ്പൊ നമ്മളൊരു പെര കുടിയിരിക്കലൊക്കെ നടത്തുമ്പോ രാവിലെ കത്തീബിനും കാതിനും കൊണ്ടുവരൂലേ, ഒരു തുടങ്ങാൻ വേണ്ടിയിട്ട്. പിണറായി വിജയന്റെ 1ാം ടേമിലും 2ാം ടേമിലും ആഭ്യന്തര വകുപ്പ് ബർക്കത്തുണ്ടാവാൻ ദുആ ചെയ്ത് ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് 2 മഹാന്മാരെ കൊടുന്നു. 1ാം കൊല്ലം കൊണ്ടുവന്നത് രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന കുപ്രസിദ്ധനായ പോലീസുകാരൻ. 2ാം ഘട്ടത്തിൽ ഉപദേശകന്റെ കസേരയിൽ ആഭ്യന്തര വകുപ്പിനെ ആശീർവദിക്കാൻ കൊണ്ടുവന്നത് ലോകനാഥ് ബെഹ്റ എന്ന് പറഞ്ഞ മോസ്റ്റ് നൊട്ടോറിയസ് IPS ഓഫീസർ. രമൺ ശ്രീവാസ്തവ ലാൽകൃഷ്ണ അദ്വാനിയുടെ അശോക് സിംഗാളിന്റെ രഥയാത്ര നടക്കുമ്പോ ഒരു മുസ്ലിം തെമ്മാടിയുടെ മൃതദേഹം എനിക്ക് ആവശ്യമുണ്ട്, സിറാജുന്നീസ എന്ന് പറയുന്ന കുഞ്ഞുബാബയെ വെടിവെച്ചു കൊന്ന്
ലോകം മുഴുവൻ, രാജ്യം മുഴുവൻ കുലുങ്ങിയ പ്രശ്നമാണ്. വെറുക്കപ്പെട്ട ഓഫീസറായി മലയാളിയുടെ ഓർമ്മയിലേക്ക് അബദ്ധത്തിൽ പോലും വരാൻ പാടില്ലാത്ത ഒരു പേരായി അയാൾ ഉത്തർപ്രദേശിൽ വിശ്രമിക്കുമ്പോഴാണ് പിണറായി വിജയൻ 90കളുടെ ബാബരി മസ്ജിദ് സംഘർഷകാലത്ത് RSS ഈ മണ്ണിനെ ഉഴുതുമറിക്കാൻ വെടിയുണ്ടകൾ കൊടുത്ത ഒരു മുസ്ലിം പെൺകുട്ടിയെ വെടിവെച്ചു കൊന്ന വെറുക്കപ്പെട്ട ഒരു പോലീസ് ഓഫീസറെ പിണറായി വിജയൻ ചീഫ് അഡ്വൈസറായി കൊണ്ടുവരുന്നത്. രണ്ടാമത്, ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രധാനമന്ത്രി പദത്തിലേക്ക് ഡൽഹിയിലേക്ക് പോകുമ്പോ ഗുജറാത്ത് കലാപത്തിന്റെ ചാർജ് ഷീറ്റ് അയാൾക്ക് തടസ്സമാണ്. ഇപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവല്ലേ, കോർപ്പറേഷൻ മത്സരിക്കാൻ ആഗ്രഹിക്കണോനൊക്കെ കേസ് വരാൻ പാടില്ല. പാസ്പോർട്ട് കേസ്, മറ്റേ കേസ് ഒക്കെ ഒന്ന് പരിശോധിച്ചു. ഇപ്പൊ ചീഫ് മിനിസ്റ്ററിലേക്ക് പോകുന്ന സമയത്ത് മോഡി ഒന്ന് പരിശോധിച്ചപ്പോ അയാൾ ഗർഭസ്ഥ ശിശുവിനെ കൊന്നവനാണ്, ഗർഭിണിയെ കലാപത്തിൽ ചുട്ടുകരിച്ചവനാണ്, അയാൾ നരോദ പട്ടയിലെ 2700 മനുഷ്യരുടെ വീടുകൾക്ക് തീ കൊടുത്തവനാണ്. ചാർജ് ഷീറ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ പറ്റൂല എന്ന് മാത്രമല്ല, അഹമ്മദാബാദ് കോർപ്പറേഷന്റെ ചെയർമാൻ പോലും ആകാൻ പറ്റൂല. ഇത് ആഭ്യന്തര തലത്തിൽ ഇങ്ങനെ ഇമേജിൽ നിൽക്കുമ്പോ ഇന്റർനാഷണൽ ലെവലിൽ വേറെ പലതും വരുന്നു. അമേരിക്ക പറഞ്ഞു, ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ ഇങ്ങോട്ട് പോന്നോളി, ഒരാൾക്ക് ഞങ്ങൾ വിസ കൊടുക്കില്ല. അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യനാണ്. സ്വന്തം ജനങ്ങളെ കൊന്നുകളഞ്ഞ അയാൾ അമേരിക്കയിൽ, വാഷിംഗ്ടണിൽ, ന്യൂയോർക്കിൽ വന്നിറങ്ങരുത്, ട്രാവൽ ബാൻ. തൊട്ടുടനെ യൂറോപ്പ് പറഞ്ഞു, യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ ഒരു മനുഷ്യൻ വന്നിറങ്ങരുത്. വിദേശ രാജ്യങ്ങളിൽ വിസ നിഷേധിക്കപ്പെട്ടു, കാരണം ഡോക്യുമെന്റ് ഇവിടെ ഉണ്ട്. അപ്പോഴാണ് ലോകനാഥ് ബെഹ്റ എന്ന് പറയുന്ന RSSന്റെ കൊട്ടേഷൻ എടുത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാൾക്ക് നരേന്ദ്രമോദിക്ക് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലേക്ക് കടന്നു വരാൻ ഈ കേസിൽ നിന്ന് അയാൾ നൈസായിട്ട് ഊരിക്കൊടുക്കണം എന്ന് പറഞ്ഞാൽ, വഖഫ് ബില്ല് പാസാക്കി കണ്ണൂരിലെ പള്ളി ഖബർസ്ഥാനുകളെ, നമ്മുടെ യതീംഖാനകളെ, നമ്മുടെ അറബിക് കോളേജുകളെ, നമ്മുടെ മഹൽ സ്ഥാപനങ്ങളെ നരേന്ദ്രമോദി ബുൾഡോസർ ഇട്ട് തകർക്കാൻ പറഞ്ഞേക്കുമ്പോ, പൗരത്വം പാസാക്കി നിങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോ, ഏക സിവിൽ കോഡിന്റെ വടികൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങളുടെ സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോ, നരേന്ദ്രമോദി എന്ന് പറയുന്ന മനുഷ്യന് പ്രധാനമന്ത്രിയാകാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത, ഈ ഹലാക്കും ഫസാദും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ, അവസരമുണ്ടാക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഒരുക്കി കൊടുത്തത് ലോകനാഥ് ബെഹ്റയാണ്. ആ ലോകനാഥ് ബെഹ്റ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിനെ ഉപദേശിക്കാൻ വരുന്നു. CPM-ന്റെ സുഹൃത്തുക്കളെ, നിങ്ങളൊന്ന് വിശദീകരിക്കണേ. അതിനുശേഷം അപ്പോ ഞാൻ പറഞ്ഞത് അതാണ്, ആ തുടക്കം അതാണ്. ആഭ്യന്തര വകുപ്പ് എന്നാ നമ്മൾ തുടങ്ങിയല്ലേ, ഉപദേശം തുടങ്ങിക്കോളൂ എന്ന് പറയാണ്. ഉപദേശം അവിടെ തുടങ്ങി. ഉപദേശം പിണറായി വിജയനെ മാത്രമല്ല അയാൾ ഉപദേശിക്കുക, എല്ലാ സമയം പിണറായി വിജയനെ ഉപദേശിക്കുക. അയാള് ജില്ലാ പോലീസ് ഓഫീസർമാരെ ഉപദേശിക്കും, അയാൾ DGP-മാരെ, IG-മാരെ ഉപദേശിക്കും, അയാൾ DYSP-മാരെ ഉപദേശിച്ച് MR അജിത് കുമാറിനെ ഉപദേശിച്ചു. എന്താ ഉപദേശിച്ചത്? തൃശൂർ പൂലം കലക്കിയേക്കണം. നേരെ ചൊവ്വേ മലയാളത്തിന്റെ മണ്ണിൽ നിന്ന് ഒരു RSSകാരൻ ഇന്ത്യൻ പാർലമെന്റിൽ എത്തൂല്ല. അപ്പൊ എന്തു വേണം? ഇന്ത്യ രാജ്യത്തിലെ ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് BJP-കാരൻ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും പോയത് കലാപങ്ങളെ മറയാക്കിയാണ്. കേരളത്തിൽ അങ്ങനെ ഒരു കലാപത്തിന് നേരിട്ട് സാധ്യതയില്ല. അതുകൊണ്ട് സാധ്യതയുള്ള ഒരു സ്ഥലത്തെ നമുക്ക് കലാപരംഗമാക്കാം. അതിനവർ തെരഞ്ഞെടുത്തത് വടക്കുംനാഥന്റെ മണ്ണിനെയാണ്. വടക്കുംനാഥന്റെ മണ്ണിനെ. തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശൂർക്കാരുടെ മാത്രം പൂരമല്ല, അത് മലയാളിയുടെ സാംസ്കാരിക ഉത്സവമാണ്. MR അജിത് കുമാർ എന്ന് പറയുന്ന RSSന്റെ കൊട്ടേഷൻ എടുത്ത DGP ജേക്കബ് തോമസ് RSSന്റെ കസേരയിൽ നിന്ന് പോന്നാൽ 101ാം RSSന്റെ വാർഷിക സമ്മേളനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിലെ അടുത്ത മാനസപുത്രൻ MR അജിത് കുമാറാണ്. അയാൾ കേരളത്തിലെ, ഇന്ത്യയിൽ RSSന്റെ തിങ്ക് ടാങ്കുമായിട്ട് ആലോചിക്കുന്നു. ഇത് ലീഗാണോ കൂട്ടരെ വിഷയം? ഇത് ലീഗാണോ? ഇത് മുസ്ലിം ലീഗാണോ പ്രശ്നം? മുനിസിപ്പൽ ഇവിടുത്തെ കോർപ്പറേഷനിലേക്ക് പിണറായി വിജയൻ ഫണ്ട് തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മൈൻഡാക്കാതെ പോയിക്കോ. ഞാനതുകൊണ്ടാണ് വ്യാപാരികളെ, ഇവിടുത്തെ പൊതുജനങ്ങളെ, ഇവിടുത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കളെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി അഭിവാദ്യം ചെയ്തത്. കേരളത്തിലെ CPM ഇന്ത്യയിലെ അവസാനത്തെ CPM ആകരുത്.
മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ, ലീഗിന്റെ നാഷണൽ അസിസ്റ്റന്റ് സെക്രട്ടറി എന്ന നിലയിൽ ഇന്ത്യയിലെ 30 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങളുടെ യാത്രാ പഥത്തിൽ ഒന്ന് ബംഗാളാണ്, മുർഷിദാബാദാണ്. പശ്ചിമ ബംഗാളിന്റെ തെരുവോരത്ത് 35 കൊല്ലക്കാലത്തെ നിങ്ങളുടെ ഭരണത്തിന്റെ അടയാളങ്ങളൊന്നും ഞങ്ങൾ കാണുന്നില്ല. കേരളം ആ തലത്തിലേക്ക് നീങ്ങരുത് എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത് പറയാം. ഇപ്പൊ ഞാൻ ഈ പോയിന്റ് കൺക്ലൂഡ് ചെയ്യാം. ഇതിന്റെ വിശദാംശങ്ങളൊക്കെ പറയാൻ ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുണ്ട്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിണറായി വിജയൻ അങ്ങനെ ആരെ മുന്നിൽ സല്യൂട്ട് അടിക്കുന്ന ആളാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അയാളുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ ഒരു സ്റ്റാലിന്റെ ജൂനിയർ സ്റ്റാലിനാണ് അയാൾ. മനുഷ്യന്മാർക്ക് അവരുടെ ഫിത്രത്ത് മാറ്റാൻ പറ്റൂല. അയാൾ ദുർബലനൊന്നുമല്ല. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും അടവ് നയത്തിന്റെ ഭാഗമായി RSSുമായിട്ട് കോംപ്രമൈസ് ചെയ്താൽ പാർട്ടികൾക്കൊക്കെ ചിലപ്പോൾ അതൊക്കെ വേണ്ടിവരും. അങ്ങനെ ചെയ്താൽ RSSുമായിട്ട് കോംപ്രമൈസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. RSSുമായിട്ടൊരു കോംപ്രമൈസും ഇല്ല. അതിൽ ഞങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ട്. എന്താണ് ആ ക്ലാരിറ്റി? യോഗി ആദിത്യനാഥിനെ ചേർത്ത് പിടിക്കുമ്പോ RSSുമായിട്ട് അണ്ടർസ്റ്റാൻഡിംഗ് നടത്തുമ്പോ ലീഗിന്റെ ക്ലാരിറ്റി എന്താ? നിങ്ങൾ എന്തിമല വീണത്? അയ്യപ്പ സംഗമത്തിൽ ഒരു ആശംസാ സന്ദേശം അയച്ചു പോകുന്നു. ലെറ്റർ പേഡ് എന്തൊരു ഭംഗി, ഇതിൽ എഴുത്തെത്ര മനോഹരം, യോഗി മോനെ മുത്തേ പൊന്നെ എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ലെറ്റർ ഹെഡ് അല്ല, ഞങ്ങളെ ചിലപ്പം വീഴ്ത്താൻ കഴിയുന്ന ഒരു ഇമോഷണൽ സാധനമാണ് മുസല്ല. എത്ര മനോഹരമായിട്ടാണ് CH അത് പറഞ്ഞത്. മുസല്ല കാണുമ്പോ നമ്മൾ വേറൊക്കെ പറഞ്ഞു. ലീഗും കോൺഗ്രസും ഇല്ല, മുസല്ലല്ലേ. CH എന്താ പറഞ്ഞത്? ബഹറിൽ മുസല്ലയിട്ട് RSSകാരൻ നിസ്കരിച്ചാലും RSSനെ വിശ്വസിക്കല്ലേ എന്ന് CH മുഹമ്മദ് കോയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിന് വേറെ വേദവാക്യൊന്നും വേണ്ട. ഞങ്ങൾക്ക് ഇതിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. പിണറായി കോംപ്രമൈസ് ചെയ്യുന്നത് മകൾക്കെതിരെയുള്ള കേസാണ്. പിണറായി കോംപ്രമൈസ് ചെയ്യുന്നത് അദ്ദേഹത്തിനെതിരെയുള്ള കേസാണ്. കേന്ദ്ര ഏജൻസികൾ തന്റെ പൊന്നാര മകളെ പൊക്കിക്കൊണ്ടുപോകും എന്ന ഭയം കൊണ്ട് പിണറായി വിജയൻ ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയെ മുഴുവൻ ഒറ്റിക്കൊടുക്കുക മാത്രമല്ല, 3.5 കോടി മലയാളിയെ നാഗ്പൂരിലെ സർസംഘ് ചാലകന്റെ ട്രൗസറിലേക്ക് ചുരുക്കിക്കൂട്ടി കൊടുക്കുന്നു എന്ന ഗുരുതരമായ ഒരു ആരോപണം ഈ സദസ്സിന്റെ മുന്നിൽ വെച്ച് പുതിയ കാലത്ത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പുതിയ കമ്മിറ്റി ഉണ്ടാക്കി ഈ തെരുവുകളിൽ ഇറങ്ങുമ്പോൾ ഈ അനീതികൾക്കെതിരെ, ഈ അരുതായ്മകൾക്കെതിരെ, സമൂഹത്തിന്റെ രാഷ്ട്രീയത്തിലെ സാമൂഹികമായ പ്രതലത്തിലെ ഈ വഴിവിട്ട നീക്കങ്ങൾക്കെതിരെ ശക്തമായി വിരൽ ചൂണ്ടുക എന്ന ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇക്കാലം അത്രയും ഞങ്ങളത് ചെയ്തിട്ടുണ്ട്. മുന്നിൽ നിൽക്കുന്നവന്റെ മുഖം വികൃതമാക്കിയാൽ നിങ്ങൾക്ക് ആ പോരാട്ടത്തെ റദ്ദു ചെയ്യാൻ പറ്റും. PK ഫിറോസിനെ ആക്രമിച്ചാൽ ഫിറോസല്ല, മുസ്ലിം യൂത്ത് ലീഗിന്റെ പോരാട്ട വീര്യത്തെ, മുറയിലിനെ നിങ്ങൾക്ക് തകർക്കാൻ പറ്റും. യൂത്ത് ലീഗിന്റെ മുറയിലിനെ തകർത്താൽ മുസ്ലിം ലീഗിന്റെ പ്രഹരശേഷിയെ ക്ഷയിപ്പിക്കാൻ പറ്റും. മുസ്ലിം ലീഗിന്റെ പ്രഹരശേഷിയെ ക്ഷയിപ്പിച്ചാൽ ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ അസ്ഥിവാരം മാന്താൻ നിങ്ങൾക്ക് പറ്റും. ന്യൂനപക്ഷ രാഷ്ട്രീയത്തിന്റെ അസ്ഥിവാരം മാന്തിയാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, പിന്നെ കരീം ചേലേരിയില്ല, പിന്നെ MLA ഇല്ല, MP ഇല്ല, ആരുമില്ല. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ ആരാ? AKG സെന്ററിന്റെ മുന്നിൽ ഔദാര്യത്തിന് വേണ്ടി, ഓശാരത്തിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന 2ാം തരം പൗരന്മാരാണ്. ഞങ്ങൾ ഏറ്റവും അവസാനം പോയത് ആസാമിലെ ഗുവാഹത്തിയിലാണ്. 300 വീടുകൾ അടിച്ചു തകർത്ത് 4000 മനുഷ്യർ ടാർപോളിൻ ഷീറ്റിനു താഴെ കഴിയുകയാണ്. രോഗികളുണ്ട്, വൃദ്ധന്മാരുണ്ട്, ഗർഭിണികളുണ്ട്. ഞങ്ങളോട് പരിചയപ്പെട്ട 55 വയസ്സുള്ള സുലൈമാൻ അലി, അദ്ദേഹം ഫാർമസിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ 4 ബെഡ്റൂമുള്ള വീട് അടിച്ചു തകർത്ത് കൽക്കൂമ്പാരത്തിന്റെ മുകളിൽ നിന്നിട്ട് ഞങ്ങളോട് സംസാരിച്ചു. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി സംഘം പോരുമ്പോ 12:30 മണിയാണ് ഉച്ചക്ക്. മോളിൽ കത്തുന്ന സൂര്യന്റെ താഴെ ഈ മനുഷ്യരിങ്ങനെ കഴിയുകയാണ്. ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആവശ്യം എന്താ? ഞങ്ങൾ ഇത്രയും മനുഷ്യർക്ക് ഒരു ടോയ്ലറ്റ്, വസ്ത്രങ്ങളില്ല, ഭക്ഷണമില്ല, ഒരു കാര്യം ഞങ്ങളോട് ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോ അവർ ഞങ്ങളോട് ചോദിച്ചത്, നിങ്ങൾ ഇന്നത്തെ ഉച്ചക്കുള്ള ഭക്ഷണം തരുമോ എന്നാ ഞങ്ങളോട് ചോദിച്ചത്. ഒരു നേരത്തെ ഭക്ഷണം തരുമോ എന്നാ ചോദിച്ചത്. ഞങ്ങൾ അവിടെ പോയി തിരിച്ചു വരുമ്പോ BJPയുടെ പോലീസ് ഞങ്ങളെ പിന്തുടർന്നു. മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഓൺ ആക്കിയിട്ട് ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങൾ ഫോൺ ഇല്ലാതെയാണ് 300 കിലോമീറ്റർ ഗുവാഹത്തിയിൽ നിന്ന് ബോൽപറ ജില്ലയിലേക്ക് പോയത്.
ഞങ്ങൾ മൊബൈൽ ഫോണുമായി പോയാൽ മൊബൈൽ ടവറിൽ ഹേമന്ത് ബിശ്വ ശർമ്മയുടെ പോലീസ് ഞങ്ങളെ പിന്തുടരും. അന്ന് രാത്രി ഞങ്ങൾ ഗുവാഹത്തിയിൽ നിന്ന് നാട്ടിൽ തിരിച്ചിറങ്ങിയപ്പോ തൊട്ടടുത്ത ദിവസം ഹേമന്ത് ബിശ്വ ശർമ്മയുടെ പത്രസമ്മേളനം നടക്കുന്നു. ഇവിടെ വന്ന് ഒരു കൂട്ടരിറങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. സ്നേഹമുള്ളവർ, ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുമ്പോ ആരും ആശങ്കപ്പെടണ്ട. ഈ പ്രതിസന്ധികളെ നമ്മൾ കടന്നുപോകും. മുസ്ലിം ലീഗ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ ബല്ലബ്ഗഡിയിലെ ജുനൈദിന്റെ മരണം ചരമക്കോളത്തിൽ ഒരു വാർത്തയാകേണ്ടതായിരുന്നു. കത്വയിൽ ആസിഫയുടെ മരണം ഒരു ആക്സിഡന്റ് വാർത്ത മാത്രമാകേണ്ടതായിരുന്നു. പിലക്കയിലെ ഖാസിമിന്റെ ജീവിതം ആരും അറിയില്ലായിരുന്നു. തബ്രേസ് അൻസാരി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ജാർഖണ്ഡിൽ കൊല ചെയ്യപ്പെട്ടപ്പോ നമ്മളതൊന്നും കേൾക്കില്ലായിരുന്നു. ഈ രാജ്യത്ത് RSSകാരന്റെ അടിച്ചു കൊലക്ക് വിധേയമായി പിടഞ്ഞൊടുങ്ങുന്ന മനുഷ്യർ ഇന്ത്യ രാജ്യത്തിലെ 30 സംസ്ഥാനങ്ങളിലെ ഭൂപടത്തിലെ ഏതു ഗ്രാമത്തിലാണെങ്കിലും ആ ഗ്രാമം തേടിച്ചെന്ന് ആ ചോരക്ക് വേണ്ടി, ആ നീതിക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. മോഡി ഭരിക്കുന്ന ഇന്ത്യയിൽ, അമിത്ഷായുള്ള ഇന്ത്യയിൽ ഞങ്ങൾ ചെയ്തത്, ഞങ്ങളുടെ നാഷണൽ ഹെഡ്ക്വാർട്ടർ ചെന്നൈയിലുണ്ട്. യോഗം കൂടാൻ ധാരാളമാണ്. പക്ഷെ മോഡിയുള്ള ഇന്ത്യയിൽ, അമിത്ഷായുള്ള ഇന്ത്യയിൽ ഞങ്ങൾ തീരുമാനിച്ചത് ലീഗിന്റെ ദേശീയ ആസ്ഥാനം ഡൽഹിയിൽ വേണമെന്ന്. അബ്കാരിയില്ല, കോൺട്രാക്ടർ ഇല്ല, കള്ളു കച്ചവടക്കാരനില്ല. വിദേശങ്ങളിൽ പോയി കിഡ്നി വിറ്റ് നടക്കുന്ന ആളുകളുടെ ഫണ്ടൊന്നും ഞങ്ങൾക്ക് കിട്ടാനില്ല. കേന്ദ്രമില്ല, കേരളമില്ല. 26.25 ലക്ഷം പ്രവർത്തകരിലേക്ക് നമ്മൾ ബക്കറ്റ് നീട്ടിയപ്പോ 26.25 കോടി വന്നപ്പോ ഡൽഹിയിലെ ദറിയാഗഞ്ചിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ദേശീയ ആസ്ഥാന മന്ദിരം നമ്മൾ പണിതിട്ടുണ്ട്. അതെന്തിനാണ് അത് പണിതത്? ഈ രാജ്യത്ത് 12 മണിക്ക് അലാറം വെച്ചിട്ട് മോഡി പറഞ്ഞു നോട്ട് അസാധുവാണ്. ഇനി ഒരു 12:30 മണിക്ക് വേറൊരു അലാറം നമ്മൾ പ്രതീക്ഷിക്കണം. എന്താണ് അലാറം? നാട്ടുകാരോട് നിങ്ങളുടെ പൗരത്വം അസാധുവാണ് എന്ന് പറയുന്ന മറ്റൊരു അലാറം നമ്മൾ പ്രതീക്ഷിക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോ ഭിന്നിക്കല്ലേ, കോർപ്പറേഷൻ വരുമ്പോ തെറ്റല്ലേ, നമ്മുടെ വോട്ടുകൾ ചിതറി പോകല്ലേ, അവിടെ കുടുംബമുണരല്ലേ, അവിടെ വ്യക്തിപരമായ സോഫ്റ്റ് കോർണർ ഒന്നും വരല്ലേ. CPM നമ്മുടെ പോക്കറ്റുകളെ തകർക്കാൻ വേണ്ടി അജണ്ടയുണ്ടാക്കുമ്പോ ഈ കണ്ണൂർ കോർപ്പറേഷൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, പാണക്കാട് തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കോൺഗ്രസും ഭരിക്കുന്ന UDFന്റെ കയ്യിൽ വരണം. 2025 മുതൽ 2030 വരെ കോർപ്പറേഷൻ നമ്മുടെ കയ്യിൽ വരണം. അതെന്തിനാ? രേവതി പറഞ്ഞ പോലെ, അങ്കമാലിയിലെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ പോലെ, കോർപ്പറേഷൻ ചെയർമാൻ കോർപ്പറേഷനിലെ പ്രധാനമന്ത്രിയാണ്. അയാളെ വണ്ടിന്റെ മുന്നിലുള്ള ബോർഡ് LSG എന്നാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ്. പ്രധാനമന്ത്രിക്കും മുനിസിപ്പൽ ചെയർമാനും പ്രധാനമന്ത്രിക്കും പഞ്ചായത്ത് പ്രസിഡന്റിനും ടെറിട്ടറിയുള്ളൂ. അതുകൊണ്ട് 12:30 മണിക്ക് മോഡി മറ്റൊരു അലാറം വെച്ചിട്ട് മാത്രം ഇറങ്ങാൻ സാധ്യത ഞങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഇറങ്ങും. എങ്ങനെ ഇറങ്ങാ? പൗരത്വം പാസാക്കിയിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളോട് പറയാം, ഇവിടെ കൂടിയിരിക്കുന്ന പൊതുസമൂഹത്തോട് പറയാം, ഇവിടുത്തെ വ്യാപാരികളോട് പറയാം. ആരും സങ്കടപ്പെടണ്ട, ആരും ബേജാറാവണ്ട, ആരും ഭയപ്പെടണ്ട. ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് സുപ്രീം കോടതിയല്ല, പട്ടാളമല്ല, പ്രധാനമന്ത്രിയല്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തിലെ ഏതെങ്കിലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലല്ല, ജനങ്ങളുടെ പ്രഹരശേഷിയിലാണ്. അതിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷന്റെ ചെയർമാന്റെ കസരയിൽ UDFന്റെ ലീഗിന്റെ ഒരു പ്രതിനിധിയുണ്ടെങ്കിൽ, ഞങ്ങൾ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 12:30 മണിക്ക് മോഡി അലാറം വെച്ച് നാട്ടുകാരോട് പറയും പൗരത്വം അസാധുവാക്കി എന്ന്. കണ്ണൂർ കോർപ്പറേഷൻ അടക്കം ഞങ്ങൾ രാവിലേക്ക് ഉണരാൻ കാത്തു നിൽക്കില്ല. മണിക്കൂറുകളിൽ ഞങ്ങൾ യോഗം വിളിച്ച് ഈ കോർപ്പറേഷൻ പ്രമേയം പാസാക്കും. മിസ്റ്റർ മോഡി, നിങ്ങൾ പാസാക്കിയിരിക്കുന്ന പ്രമേയം ഞങ്ങളിതാ ഐക്യകണ്ഠേന 1 വട്ടം 2 വട്ടം 3 വട്ടം ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നു. അത് പള്ളി കമ്മിറ്റിയുടെ പ്രമേയമല്ല, മഹല്ല് കമ്മിറ്റിയുടെ പ്രമേയമല്ല, ഒരു ലോക്കൽ ബോഡിയുടെ പ്രമേയമാണ്. അതിന് പവറുണ്ട്, ശക്തിയുണ്ട്. ഞാൻ വരുന്ന കൽപ്പകഞ്ചേരി പഞ്ചായത്ത് മതമില്ലാത്ത ജീവൻ എന്ന പാഠപുസ്തകത്തിലെ പാഠം കീറിയിട്ട് സ്കൂൾക്ക് വണ്ടിയണ്ട് വിട്ടു.
അപ്പൊ പാലോളി പറഞ്ഞു, കുഞ്ഞാപ്പു അല്ല കുഞ്ഞാപ്പ വിചാരിച്ചാലും, കുഞ്ഞാപ്പു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ്, കുഞ്ഞാപ്പു അല്ല കുഞ്ഞാപ്പ വിചാരിച്ചാലും പഠിപ്പിക്കും. ഞങ്ങളെ പഞ്ചായത്തിൽ പഠിപ്പിച്ചിട്ടില്ല. അതാണ് ലോക്കൽ ബോഡിയുടെ പവർ. അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ, മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിനെ തമാശയാക്കല്ലേ എന്ന് പറഞ്ഞ് ജനാധിപത്യ പ്രതലത്തിൽ ഒന്നിച്ചു നിന്ന് ഈ പ്രതിസന്ധിയെ നമ്മൾ ഒരുമിച്ച് നേരിടും എന്ന ആശങ്ക എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് പുഴാതി മേഖല മുസ്ലിം ലീഗിന്റെ ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ജയ് മുസ്ലിം ലീഗ്, ജയ് ഹിന്ദ്, അസ്സലാമു അലൈക്കും.